നൽകുന്നതിന് തുടക്കം കുറിച്ചിരിക്കുന്ന പ്രിയമുള്ള ജോൺസൺ അച്ഛൻ, ഈ സഭയിൽ ആദ്യത്തെ ശുശ്രൂഷകൻ കട്ടപ്പന ഇടവകയുടെ കമ്മിറ്റിക്കാരനായിരിക്കെ ഇവിടെ ശുശ്രൂഷകനായി നിയോഗിക്കപ്പെട്ട പ്രിയപ്പെട്ട സതീശൻ സാറ്, അതോടൊപ്പം തന്നെ നമ്മുടെ കട്ടപ്പന ഇടവകയിലെ വളരെ സജീവമായിട്ടുള്ള അംഗമായിരിക്കുന്ന കമ്മിറ്റിക്കാരനും അതുപോലെ തന്നെ നമ്മുടെ ഇടയസ കൗൺസിൽ അംഗങ്ങൾക്കായിട്ട് വളരെ ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന ബാബു സാറ്, BS ബാബുച്ചാൻ, നമ്മൾ വിളിക്കുന്ന ബാബുച്ചാന്, BS വർഗീസ്, നമ്മുടെ അതിനുശേഷം ഇവിടെ ഈ പ്രദേശമെല്ലാം സഞ്ചരിച്ച് കർത്താവിൻ്റെ മൗത്യമേറിയ ശുശ്രൂഷ ചെയ്ത പ്രിയമുള്ള ശബലരാജ് സാറ്, ആദ്യകാലങ്ങളിൽ ഈ ദേവാലയം പ്രതിഷ്ഠിച്ചതിന് ശേഷം ഇവിടെ ശുശ്രൂഷനായി വന്ന സ്നേഹമുള്ള TD ജോൺസൺ സാറ്, ഇപ്പോൾ സാറിൻ്റെ കാര്യം പറഞ്ഞു, ഇത്രയും പേരൊക്കെയാണ് എനിക്ക് തോന്നുന്നുള്ളത്. ഈ ബഹുമാനരായ ശുശ്രൂഷകരുടെ, കർത്താവിൻ്റെ വേലക്കാരുടെയും പ്രിയപ്പെട്ട കൊച്ചമ്മമാരുടെയും, അതോടൊപ്പം തന്നെ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ മിഷൻ ഫീൽഡ് സപ്പോർട്ട് ചെയ്യുന്നത് മഹാട ശ്രീജന സഖ്യമാണ്. മഹാട ശ്രീജന സഖ്യത്തിൻ്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, ജോയിൻറ്റ് സെക്രട്ടറി വന്നിട്ടില്ല, ജോയിൻറ്റ് സെക്രട്ടറി, അതുപോലെ നമ്മുടെ ജില്ലാ ചെയർമാൻ കൊച്ചമ്മ, ജോൺസൺ അച്ഛൻ്റെ കൊച്ചമ്മ, മിഷൻ ഡയറക്ടർ കൊച്ചമ്മ, അങ്ങനെ പ്രിയപ്പെട്ട കൊച്ചമ്മമാർ, പിന്നെ ആരെല്ലായിരിക്കുന്നവർ കാണുന്നില്ല, ദാനിയൽ സാറിൻ്റെ പ്രിയപ്പെട്ട കൊച്ചമ്മ, അങ്ങനെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കർത്തൃവേലക്കാരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഈ സഭയിലെ സഭാമക്കളായിരിക്കുന്ന എല്ലാവരെയും ഞാൻ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കട്ടപ്പനയിൽ നിന്നും, അയ്യപ്പൻകോവിൽ നിന്നും, കാഞ്ചിയാറ്റിൽ നിന്നും മറ്റ് സഭകളിൽ നിന്നൊക്കെയും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ചെയർമാനച്ചൻ പറഞ്ഞിരുന്നു, തിരുമേനി, കുട്ടികൾ ഇരുന്ന് കഴിഞ്ഞാൽ, സ്ഥിരീകരണക്കാർക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ ഇട കാണത്തില്ല, അതുകൊണ്ട് എന്നാ ചെയ്യും എന്ന് പറഞ്ഞു. അതിന് ഉത്തരം കട്ടപ്പന ഇടവകാരി അച്ഛൻ തന്നെ കണ്ടെത്തേണ്ടതാണ്. കാരണം എന്നാലേ പറ്റത്തുള്ളൂ. കാരണം എൻ്റെ ഒരു വിചാരം, നമ്മളിപ്പോൾ പന്തലിട്ടിരിക്കുന്ന അത്രയും തന്നെ പള്ളിയൊന്ന് വലുതാക്കി പണിയണം, എന്നാലേ കാര്യം നടക്കത്തുള്ളൂ. അതുകൊണ്ട് അച്ഛനാ ചുമതല ഏറ്റെടുക്കണമെന്നാണ് എൻ്റെ ഒരു എളിയൊരു അഭ്യർത്ഥന. കാരണം അവർക്കേ സാധിക്കത്തുള്ളൂ, ബാക്കിയുള്ളവർ എന്നാ ശ്രമിച്ചാലും സാധിക്കത്തില്ല. അവർ നിശ്ചയിച്ചാൽ തീർച്ചയായിട്ടും നിശ്ചയിക്കേണ്ട താമസമുള്ളൂ, നടക്കാൻ അതെനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും അതെന്ത് വായിക്കളുണ്ട്, അച്ഛൻ മാത്രം പോലുള്ള അച്ഛന് താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും അച്ഛനത് മുൻകൈ എടുത്ത് ബാക്കി എല്ലാവരും കമ്മിറ്റിക്കാരിലൂടെ സഹകരിച്ചാൽ അത് ഇന്നല്ലെങ്കിൽ നാളെ തീരും എന്നുള്ളതിന് സംശയമില്ല. അത് നമ്മുടെ ഒരു പ്രത്യാശയാണ്. തീർച്ചയായിട്ടും ഇന്ന് ഈ സഭയുടെ സഭാദിനവുമാണ്, അതോടൊപ്പം തന്നെ സ്ഥിരീകരണവുമാണ്. ഇന്ന് നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനും പറയാനുള്ളത്. നിങ്ങൾ മാത്രമുള്ളെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ബാക്കിയുള്ള എല്ലാവരും പുറത്താണ്. അവർക്ക് എനിക്ക് തോന്നുന്നു TV ബോർഡിലൂടെ അവർക്ക് കാണാനായിട്ട് സാധിക്കും. അതും വളരെ സന്തോഷമാണ്. നമ്മൾ ഒന്നാം പാഠമായിട്ട് വായിച്ച വേദഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ യെരുശലേം ദേവാലയം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് സലോമൻ രാജാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് എൻ്റെ അത് പറഞ്ഞിരിക്കുന്നത്. സാധാരണ എല്ലാ പ്രതിഷ്ഠാദിന പെരുന്നാളിലും പറയാറുള്ളത് പോലെ അത് ഞാനൊന്ന് പറയട്ടെ. അത് 1 രാജാക്കന്മാർ 8-ാം അധ്യായം 22-ാം വാക്യം മുതലാണ് അത് വായിച്ചത്. ഇത് 30-ാം വാക്യം വരെ. അതിലെ പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ആ ആലയം, പണിതിരിക്കുന്ന ആലയം അത് വളരെ മഹത്വമേറിയതായിരുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ മഹത്വമേറിയതായിരുന്നു. അത്രയും മഹത്വമേറിയ ഒരു ആലയം അതിന് മുമ്പുണ്ടായിട്ടില്ല, അതിന് ശേഷം ഉണ്ടായിട്ടില്ല എന്നാണ് കാണാൻ സാധിക്കും. അത്രയും മഹത്വമേറിയ ആലയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉൾവശം മുഴുവനും പൊന്നും തങ്കവും രത്നങ്ങളുമായിരുന്നു എന്നാണ് അതിൻ്റെ അകത്ത് പറഞ്ഞത്. അപ്പം അത്രയും അതുകൊണ്ട് അലങ്കരിച്ചിരുന്നതാണ്. അതിൻ്റെ ഭിത്തിയെല്ലാം സ്വർണമായിരുന്നു, പല ഭാഗങ്ങളും തങ്കം കൊണ്ട് പൊതിഞ്ഞിരുന്നു. വിശേഷപ്പെട്ട സ്ഥലങ്ങളെല്ലാം രത്നക്കല്ലുകളായിരുന്നു, വിശേഷമേറിയ രത്നക്കല്ലുകൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അത്രയും മഹത്വത്തോടെ ആ ആലയം പണിയപ്പെട്ടിരുന്നു. അതിൻ്റെ പ്രതിഷ്ഠയിൽ സലോമൻ രാജാവ് പ്രാർത്ഥിക്കുന്നതാണ്, ഇങ്ങനെ ഒരു ആലയം ഉണ്ടാക്കിയതൊക്കെ ശരിയാണ്, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവം യഹോവയാകുന്ന ദൈവം ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും കാണുന്നതിനെയും കാണപ്പെടാത്തതിനെയും ഒക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമാണ്. അങ്ങനെ ഒരു ദൈവത്തെ, അത്രയും വലിയവനായ മഹോന്നതനായ ഒരു ദൈവത്തെ ഈ ചെറിയ ഒരു ആലയത്തിൽ ഉൾപ്പെടുത്തുവാൻ എനിക്ക്, അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കാൻ സാധ്യമല്ല. അതെനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എങ്കിലും ദൈവമേ, അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കണം.
നീ സ്വർഗത്തിലും സ്വർഗാതി സ്വർഗത്തിലും അടങ്ങുന്ന ദൈവമല്ല, അത് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയുമില്ല. എങ്കിലും അടിയൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ ദൈവമേ ഞങ്ങളുടെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയും തുടർന്ന് ആ ആലയം എന്തിനു വേണ്ടിയാണോ നിർമ്മിക്കപ്പെട്ടത് അതെല്ലാം സാധ്യമാക്കി തീർക്കണം എന്നുള്ള അപേക്ഷയും അവിടെ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ എടുത്തു പറയുന്ന അപേക്ഷയാണ്, ഏതൊരു മനുഷ്യനും ഇവിടെ ദൈവത്തിന്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടെന്ന് അറിഞ്ഞ് വിശ്വസിച്ച് വരുന്ന എല്ലാവരും അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കണം, അവരുടെ നിലവിളി ദൈവമേ നീ കേൾക്കണം, അവർക്ക് അപ്പോൾ തന്നെ ഉത്തരം വരണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇസ്രായേൽ മക്കൾ മാത്രമല്ല, ഏതൊരു ജാതിക്കാരൻ, ഇസ്രായേൽ ജാതിക്കാരൻ മാത്രമല്ല ഏതൊരു ജാതിക്കാരനാണെങ്കിലും ദൈവത്തിന്റെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞ് വിശ്വസിച്ച് വരുന്ന എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ധാരാളം കാര്യങ്ങൾ അതിനോട് ചേർന്ന് പറയുന്നുണ്ട്. ചേർന്ന് പറയുന്ന ആ സമയത്ത് പറയുന്ന കാര്യങ്ങളാണ്, ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം പറഞ്ഞ് അവസാനം നമ്മൾ ഇന്ന് പാഠമായിട്ട് വായിച്ച് കേട്ട വേദഭാഗത്തിൽ പറയുന്നത് വായിക്കണം, അത് കേൾക്കണം, കേട്ട് ക്ഷമിക്കണം, പാപമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം, അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കണം എന്ന് പറഞ്ഞ് അവിടെ നമ്മൾ ഇന്ന് പാഠമായിട്ട് വായിച്ച ഭാഗത്ത് അത് അവസാനിക്കുന്നു. ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം എന്ന് നമുക്ക് പറയാം ദൈവം ശലോമോന് വീണ്ടും പ്രത്യക്ഷനായി. അത് 9-ാം അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 9-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ യഹോവ വീണ്ടും ശലോമോന് പ്രത്യക്ഷനായിട്ട് പറയുകയാണ്. 2-ാം പ്രാവശ്യവും പ്രത്യക്ഷനായി ശലോമോനോട് പറയുന്നുണ്ട്, നീ അപേക്ഷിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു. നീ അപേക്ഷിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരും. മാത്രമല്ല ഈ ആലയത്തെ എൻ്റെ നാമം അതിൽ എന്നേക്കും സ്ഥാപിപ്പാൻ തക്കവണ്ണം ഞാൻ വിശദീകരിച്ചിരിക്കുന്നു. 9-ാം അധ്യായം 3-ാം വാക്യമാണ്. എൻ്റെ കണ്ണും ഹൃദയം എല്ലായ്പ്പോഴും ഇവിടെ ഇരിക്കും. ദൈവത്തിൻ്റെ കണ്ണും ദൈവത്തിൻ്റെ ഹൃദയവും എല്ലായ്പ്പോഴും ആ ആലയത്തിൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ആരാധനയ്ക്ക് വേണ്ടി എവിടെയെല്ലാം പ്രത്യേക സ്ഥലങ്ങൾ വേർതിരിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ട് എന്ന് പറഞ്ഞ് ദൈവം ശലോമോന് പ്രത്യക്ഷനായി അരുളപ്പാട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇത് ഞാൻ പറഞ്ഞത് ഇത് ദൈവ ആരാധനയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. നാം ഇവിടെ കടന്നു വരുമ്പോൾ ഓർക്കേണ്ട സംഗതി ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മൾ വരുന്നതും നമ്മളിവിടെ ഇരിക്കുന്നതെല്ലാം ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്, ദൈവം അറിയുന്നുണ്ട്. അപ്പം അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. ദൈവാലയത്തെക്കുറിച്ച് നമ്മുടെ ഒന്നാമത്തെ ഓർമ്മ, ദൈവ ആരാധനയ്ക്ക് വേണ്ടി എവിടെയെല്ലാം സ്ഥലങ്ങൾ വേർതിരിക്കുന്നുവോ അവിടെയെല്ലാം ആ സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ദൈവിക സാന്നിധ്യത്തിൻ്റെ നടുവിലാണ് മധ്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് ഓർക്കണം. ആ ഓർമ്മയോടെ വേണം നമ്മളെപ്പോഴും ദൈവാലയത്തെ സമീപിക്കാൻ, ദൈവ ആരാധനയ്ക്ക് വരാൻ. ഒരുപക്ഷെ CSA ആയ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരു പടിയോടെ മുമ്പിലാണോ പുറകിലാണോ അതോ ഒന്നുമല്ലയോ എന്ന് പലപ്പോഴും സംശയം തോന്നിപ്പോകാറുണ്ട്. നമുക്കറിയാം, പല സഭകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള സഭാമക്കൾ ഒരു ദേവാലയം കടന്നു പോകുമ്പോൾ അവരെന്ത് ചെയ്യാറുണ്ട്? അവരൊന്ന് തലമണക്കാറുണ്ട്, അല്ലേ? ഒരു കുരിശ് വരയ്ക്കാറുണ്ട്. പിന്നെ ദേവാലയം വേണമെന്നില്ല, ഒരു കുരിശും തൊട്ടി കടന്നു പോയാൽ എന്ത് ചെയ്യാറുണ്ട്? അവരൊന്നോട് തലമണക്കി കുരിശ് വരയ്ക്കാറുണ്ട്, അല്ലേ? ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാം. പള്ളിയിൽ വന്നാൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ ദാണുമണി വണങ്ങിയിട്ടേ എന്ത് ചെയ്യത്തുള്ളൂ? അവർ പള്ളിയിൽ കയറുന്നുണ്ട്, അല്ലേ? CSA നമ്മൾ അതെല്ലാം വിട്ടിട്ട് പോകുന്നതാണ് പറയുന്നത്. നമ്മൾ അതിനൊക്കെ മുകളിലാണ് നമ്മുടെ ചിന്ത. നമ്മൾ ദേവാലയമല്ല, ഇതിനകത്തോടെ വേണം എന്ത് ചെയ്യും? നമ്മൾ നേരപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ദൈവിക സാന്നിധ്യത്തെക്കുറിച്ചൊരു ബോധ്യം നമുക്ക് പലപ്പോഴും ഉണ്ടാകാം. പക്ഷേ നമ്മളങ്ങനെ നടക്കുന്നില്ല. ആര് കാണുന്നുണ്ട്? ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരിക്കൽ ദൈവ ആരാധനയ്ക്ക് വേണ്ടി വേർതിരിച്ച സ്ഥലമാണ്. ഇവിടെ എന്തുണ്ട്? ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണ് ദൈവത്തിൻ്റെ കണ്ണും ദൈവത്തിൻ്റെ ഹൃദയവും എവിടെയുണ്ട്? ഇവിടെ ഉണ്ട്. ആ ഒരു ബോധ്യത്തോടെ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? നമ്മൾ ദൈവാലയത്തിൽ വരാവൂ. അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. അപ്പോൾ മേപ്പാറയിൽ ഇവിടെ ഒരു ദൈവ ആലയം, ദൈവത്തെ ആരാധിപ്പാൻ ഒരു ആലയം എന്ത് ചെയ്തിരിക്കുന്നു? ഉണ്ടായിരിക്കുന്നു, അല്ലേ? അത് വളർന്ന് ഇത്രത്തോളമായി. ബുക്കൊക്കെ എടുത്ത് നോക്കിയപ്പോൾ 20 വർഷമായി. 2005 അഭിനന്ദ KJ സാമുവൽ തിരുമേനി ഈ ആലയം പ്രതിഷ്ഠിച്ചത്. ഇത് ആരാധനയ്ക്ക് അന്ന് ഇവിടെ ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് ആരാധിപ്പാനായിട്ടാണ് ഈ ആലയം ഉണ്ടാക്കപ്പെട്ടത്. അതിനുശേഷം ധാരാളം ആളുകൾ എന്ത് ചെയ്തു? നമ്മുടെ ഈ സഭയിൽ ആരാധനയ്ക്കായിട്ട് വന്നു തുടങ്ങി. ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഇത്രയും ആളുകൾ ഉണ്ട്. ഇനിയും
ധാരാളം ആളുകൾ ഇവിടെ വന്നു ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദൈവം കൂട്ടിവരുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഈ സഭ ഇവിടെ ഉണ്ടാകാൻ അങ്ങനെ ഒരു കാരണമുണ്ട്. അതും കൂടെ ഞാൻ എന്നോട് ചേർത്ത് പറയട്ടെ. അതൊക്കെയാണല്ലോ ചരിത്രം എന്ന് പറയുന്നത്. അത് 20 വർഷത്തിന് മുമ്പുള്ള ചരിത്രമാണ്. ഇവിടെ ഏതാനും കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ കട്ടപ്പന ഇടവകയിൽ ശുശ്രൂഷനായിരിക്കുന്ന സമയത്ത് അവിടെ നമുക്കൊക്കെ പരിചയമുള്ള ഒരു പാസ്റ്റർ, ഒരു കുഞ്ഞുമോൻ പാസ്റ്റർ, നിങ്ങൾ അറിയുമായിരിക്കും അല്ലേ? കുഞ്ഞുമോൻ പാസ്റ്റർ അവിടെ ഒരാളെ കൈ പിടിച്ചുകൊണ്ട് അവിടെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അച്ഛനെ എന്നെ അറിയാമല്ലോ, ഞങ്ങളൊക്കെ അടിസ്ഥാനപരമായി ശേഷക്കാരാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ ബന്ദിക്കോസിലെ സഭാ ശുശ്രൂഷ. ഇതാ ഈ നിൽക്കുന്ന ആള് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ബന്ധങ്ങളൊക്കെ പറഞ്ഞു. ഇവൻ ഒരു പള്ളിയിലും പോകുന്നില്ല. ഞാനിവനെ നിർബന്ധിച്ചു ബന്ദിക്കോസിൽ വരണം. അവൻ എന്ത് ചെയ്താൽ അവിടെ വരത്തില്ല. വേറെ ഏതെങ്കിലും ഒരു വിശ്വാസ സമൂഹമായി കൂടി നിൽക്കണം എന്ന് പറഞ്ഞു. അവനൊരു താല്പര്യവുമില്ല. അവസാനം ഞാൻ പറഞ്ഞു, കട്ടപ്പന അച്ഛൻ, ഞാൻ പരിചയമുള്ളൊരു അച്ഛനാണ്, ഞാൻ അച്ഛനുമായിട്ട് എന്നെ പരിചയപ്പെടുത്താം, നീ അവിടെയെങ്കിലും പോകണം. അതുകൊണ്ട് അച്ഛൻ ഇവനെ ഒന്ന് നോക്കണം. ഞങ്ങളുടെ കൂട്ടത്തിലൊന്നും വരത്തില്ല. അതുകൊണ്ട് അച്ഛൻ്റെ കൂടെ നിർത്താം എന്ന് പറയും. അത് മറ്റാരുമല്ല, നമ്മുടെ ജോയിച്ചേട്ടനാണ്. നമ്മൾ സാധാരണ ഇവിടെ ജോയിച്ചേട്ടൻ പറയും, കണ്ടത്തങ്കര ജോയിച്ചേട്ടൻ. ഇന്ന് അദ്ദേഹം നല്ല ചെറുപ്പക്കാരാണ്. അവിടെ വന്നു, അദ്ദേഹം അവിടെ സംസാരിച്ചു. അവരോട് ഇവിടെ പള്ളി വരാൻ പറഞ്ഞു. ജോയിച്ചേട്ടനും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഉണ്ണി എന്ന സഹോദരനും അവരുടെ കുടുംബങ്ങളാണ്. 2-3 കുടുംബങ്ങളാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. അവർ കട്ടപ്പന പള്ളിയിൽ വരാൻ തുടങ്ങി. അങ്ങനെ ഇവിടുന്ന് ഏതാനും ആളുകൾ കട്ടപ്പനയിൽ നമ്മുടെ CSI പള്ളിയിൽ ആരാധനയ്ക്ക് വന്നു തുടങ്ങി. തുടർന്ന് നമ്മളിവിടെ കട്ടപ്പന സഭയുടെ ഒരു പ്രാർത്ഥനാ ഭാഗമായി ഇത് മാറ്റുകയും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വീട്ടുപ്രാർത്ഥന വയ്ക്കുകയും വീടുകൾ മാറി നടത്തുകയും ചെയ്തു. ആ കൂട്ടത്തിൽ ഏതാനും ആളുകൾ അവിടെ കൂടുകയും അവരും കട്ടപ്പന പള്ളിയിൽ വന്ന് ആരാധനയ്ക്ക് വരികയും ചെയ്തു. അന്നൊക്കെ ഉണ്ടായിരുന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഓണവാര സുവിശേഷ വേലകൾ ഇങ്ങനെ ഓരോ പ്രദേശങ്ങളൊക്കെ പോവുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്യുന്ന നല്ലൊരു പാരമ്പര്യം കട്ടപ്പന ഇടവകയ്ക്കുണ്ടായിരുന്നു. ഇതിൻ്റെ ചുറ്റുപാടും മാത്രമല്ല, ഒരു കാലഘട്ടത്ത് കോട്ടയം തുടങ്ങിയുള്ള പ്രദേശങ്ങളിലും അങ്ങനെ അങ്ങോട്ട് തെക്കോട്ടുള്ള പ്രദേശങ്ങളിലും അവർ പോയിരുന്നു. വളരെ നല്ല സുവിശേഷ വേല ആ കാലഘട്ടങ്ങളിൽ ചെയ്തിരുന്നു. ഇന്നവരൊക്കെ വളരെ പ്രായമായി, അവരതൊക്കെ ഓർക്കുന്നു. പിന്നീട് വന്ന ആ കാലഘട്ടങ്ങളിലാണ് ഇവിടെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളിലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഓണവാരങ്ങളിൽ പോകാനും ഭവനങ്ങൾ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായി. അങ്ങനെ വളരെ ശക്തമായ ഒരു പ്രവർത്തനം ഈ മേഖലകളിലും ഉണ്ടായി. അന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് എസ്റ്റേറ്റ് മേഖല നമുക്കറിയാമല്ലോ. ഈ പറയുന്ന കെട്ടിടങ്ങളോ കാര്യങ്ങളോ ഒന്നുമേ ഇവിടെയില്ല. ആകുമൊത്തം ഇവിടെ ഉള്ളതൊരു ശവക്കോട്ടയാണ്. അതിനൊരു ഭാഗത്താണ് ഇവിടെ വന്നിരിക്കുന്ന ശവക്കോട്ടയുടെ ഭാഗം. അല്ലെങ്കിലും അടുത്ത് തന്നെയുള്ളൊരു ശവക്കോട്ടയാണ്, പൊതു ശ്മശാനമാണ്. ഇപ്പോൾ ഇവിടെ കുറേ അത് സർക്കാർ ഭാഗ സ്ഥലമായിട്ട് കുറേ കെട്ടിടങ്ങൾക്ക് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള എസ്റ്റേറ്റാണ് മുഴുവനും. കുറേ തൊഴിലാളികളൊക്കെ ഇവിടെ താമസിക്കുന്നു. താഴോട്ടെല്ലാം എസ്റ്റേറ്റും അതിൻ്റെ പരിസരമുള്ള പ്രദേശങ്ങളൊക്കെയാണ്. ആളുകൾ അങ്ങനെയുള്ള വലിയ താമസമൊന്നുമില്ല. ടൗൺ എന്ന് പറയുന്നത് വളരെ ചുരുക്കം കടകൾ മാത്രമേ അവിടെ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഓരോ വർഷവും മിക്കവാറും ഒരു അപമരണങ്ങൾ എന്ത് ചെയ്യുന്നു, പെടുമരണങ്ങൾ എന്ന് പറയും. മിക്കവാറും ഇവിടെ ഒരു കുളമുണ്ടായിരുന്ന കുളത്തിൽ ഒരാൾ വന്ന് ആത്മഹത്യ ചെയ്യുമോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ഡെഡ് ബോഡി എന്ത് ചെയ്യും, എല്ലാ വർഷവും അവിടെ കാണുവാൻ. അത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു മരണം, സ്വാഭാവികമല്ലാത്ത അസ്വാഭാവിക മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടായി ആൾക്കാർ. അപ്പം ഞങ്ങളിവിടെ പ്രാർത്ഥനയ്ക്കൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഈ വിഷയങ്ങളിലൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക, ദൈവമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടോ, മനുഷ്യന്മാർ എന്ത് ചെയ്യരുത്, അവർ സ്വയം ജീവൻ ഒടുക്കരുത്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവണതകൾ മനുഷ്യരിൽ നിന്ന് ഇല്ലാതെ പോകണം, ഇങ്ങനെയുള്ള ദുർമരണങ്ങൾ ഉണ്ടാകരുത്, സാത്താൻ്റെ അതുപോലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ നീക്കിക്കളയണമെന്നൊക്കെ പറഞ്ഞ് ശക്തമായിട്ട് ഈ വാവുച്ചായൻ തുടങ്ങിയുള്ള ആൾക്കാർ ഞങ്ങളെല്ലാം കൂടെ വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ദൈവം അത്ഭുതം എന്ന് പറയട്ടെ, അതങ്ങ് കുറഞ്ഞു എന്ന് പറയുന്ന അനുസരിച്ച് തീരെ ഇല്ലാതെ പോയോ എന്ന് എനിക്കറിയത്തില്ല. കാരണം പലപ്പോഴും നേരിട്ട് എസ്റ്റേറ്റൊക്കെ ആയതുകൊണ്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളുണ്ടാകും, അങ്ങനെ വരാറുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതുപോലുള്ള മരണങ്ങളെല്ലാം നിന്നുപോയി എന്ന് പറയുന്നതാണ് അനുസരിച്ച്. പിന്നീട് പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക്. അതിൽ നിന്നൊക്കെ ദൈവം അവരെ അത്ഭുതമായി രക്ഷിച്ചു, പരിപാലിച്ചു, അനുഗ്രഹിച്ചു. ഇവിടെ 2005 ഒരു സഭ സ്ഥാപിതമായി. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം അങ്ങനെയാണ്. ആദ്യം ഇവിടെ നിന്ന് ഒരാൾ അവിടെ വന്നു, ഇവിടെ സുവിശേഷം പറയണം എന്ന് പറഞ്ഞു. അവർ കുടുംബമായിട്ട് അവിടെ വന്നു. ഇങ്ങനെ നമുക്കിവിടെ ഒരു സഭ സ്ഥാപിതമായി.
ഈ പള്ളിയുടെ വലിപ്പം കാണുമ്പോൾ അറിയാം അന്ന് എത്രമാത്രം ആൾക്കാരുണ്ടായിരുന്നു. അന്ന് ഇത് ധാരാളമായിരുന്നു, ഈ പള്ളി ധാരാളമായിരുന്നു. ആൾക്കാർ ഇവിടെ വന്നിരുന്ന പിന്നെയും സ്ഥലം മിച്ചമായിരുന്നു അല്ലേ അന്ന്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം ഓർത്ത് വെച്ചാൽ മതി. അതുകൊണ്ട് അന്നത്തെ കാലത്ത് വലിയൊരു പള്ളിയായിരുന്നു, മേപ്പാറയെ സംബന്ധിച്ച് വലിയൊരു പള്ളിയായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ എന്ത് ചെയ്തിരിക്കുന്നു, അത് പുതുക്കിപ്പണിയാനുള്ള ഒരു അവസരം കൂടെ ദൈവം നമുക്ക് തന്നിരിക്കുക. കലാകാലങ്ങളിൽ ഇതുപോലുള്ള ശക്തന്മാരായ ദൈവവേലക്കാരെ ഈ സ്ഥലത്തേക്ക് അയച്ചു. ഇപ്പോൾ പ്രവർത്തിക്കുന്ന നമ്മുടെ ഐദാനിയൽ സാറ്, അദ്ദേഹം വളരെ ഉത്സാഹത്തോടെയാണ് പ്രവർത്തിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു സഭയല്ല, അദ്ദേഹത്തിന് ഉത്സാഹം കണ്ട് ഒരു സഭയും കൂടെ കൊടുത്തു. അങ്ങനെയാണ് മേപ്പാറ അദ്ദേഹത്തിന് കിട്ടിയത്. കാഞ്ചിയാറും മേപ്പാറയും കൂടെ ഒറ്റ ഒരു സഭ പോലെ തന്നെ അദ്ദേഹം കൊണ്ടുപോകുന്നു. തീർച്ചയായിട്ടും അത് നമ്മുടെ സഭയ്ക്ക് വളർച്ചയ്ക്ക് കാരണമായി തീർന്നു. ഈ ദേശത്തിനാകമാനം ഒരു അനുഗ്രഹമായി. ഈ ആലയം ഇവിടെ വന്നതിന് ശേഷം ധാരാളം കെട്ടിടങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, വീടുകൾ വന്നിട്ടുണ്ട്, സർക്കാർ സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്, അംഗൻവാടി അതുപോലുള്ള പൊതുസ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയും ഇവിടെ ധാരാളം അതുപോലുള്ള സ്ഥാപനം ഉണ്ടാകട്ടെ, ദേശം പുരോഗമിക്കട്ടെ, മേപ്പാറ ടൗണിൻ്റെ ഒരു ഭാഗമായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇനിയും നിങ്ങൾ ഈ സഭയുടെ ഉന്നതിക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. കലാകാലങ്ങളിൽ ഇവിടെ ശുശ്രൂഷരെ വെക്കുമ്പോൾ അവർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ ഇവിടെയുള്ള സാധുക്കളായ ആൾക്കാരെ കൊണ്ട് മാത്രം പറ്റത്തില്ല. അങ്ങനെയാണ് സപ്പോർട്ടേഴ്സിനെ നമുക്ക് കിട്ടിയത്. അങ്ങനെ ഈ കാലഘട്ടങ്ങളിൽ ഈ മിഷൻ ഫീൽഡ് സപ്പോർട്ട് ചെയ്യുന്നത് മഹാഡോസ് റീജിയണൽ സഖ്യമാണ്. അതിൻ്റെ സെക്രട്ടറി ബാക്കിയുള്ള എല്ലാ നേതാക്കന്മാരും ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. അത് നമുക്ക് വളരെ സന്തോഷമാണ്. അവരെ ഞാൻ ഒറ്റ വാക്കിൽ മഹാഡോസ് അധ്യക്ഷനുള്ള നിലയിൽ ഈ സമയത്ത് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കട്ടപ്പന ഇടവകയിൽ നിന്ന് ലഭിക്കുന്ന അത് ഉപസഭയാണെങ്കിൽ പോലും അതിലപ്പുറമായി വളരെ വലിയൊരു സപ്പോർട്ട് കട്ടപ്പന ഇടവകയിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു, സഭ ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റും. ദൈവം സഭയെ, കട്ടപ്പന സഭാ ജില്ലയെയും അതോടൊപ്പം തന്നെ ഈ സഭയെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞ്, ഇന്നത്തെ പെരുന്നാളിൻ്റെ കാര്യം പറഞ്ഞു. ഇനി എന്നാ പ്രത്യേകത? സ്ഥിരീകരണം അല്ലേ? അപ്പോൾ ഞാൻ ഇപ്പം പ്രസംഗം തുടങ്ങുന്നതായിട്ട് അങ്ങ് കൂട്ടിക്കോ, ഇതുവരെ അതിൻ്റെ ആമുഖം പറഞ്ഞൊന്ന് കൂട്ടിക്കോ കേട്ടോ. അപ്പോൾ സാധാരണ ഒരു കമ്മ്യൂണിറ്റി സർവീസ് എത്ര മണിക്കൂറുണ്ട് അറിയാമോ? എത്ര മണിക്കൂർ കാണും? സമയം അറിയാമോ? 2 മണിക്കൂർ അല്ലേ? അപ്പോൾ ഇത് തന്നെയുണ്ട് 2-2.5 മണിക്കൂറുണ്ട്. അത് 10 പേർക്കാണ്. ഇപ്പോൾ 26 പേരുണ്ട്. അപ്പം ഒരു 3 മണിക്കൂർ കൂട്ടാം അല്ലേ? അപ്പോൾ 2ഉം 3ഉം കൂടെ എത്രയായി? 5-5.5 മണിക്കൂറുണ്ടേ. അതുകൊണ്ട് അതനുസരിച്ച് ഇവിടെ ഇരുന്നാണ് കേട്ടോ. പുറത്തുള്ളവർ ഇനി കാണത്തില്ല, അതുകൊണ്ട് ഏറ്റുപോയാലും അറിയത്തില്ല. നിങ്ങൾക്ക് പക്ഷേ എന്ത് ചെയ്യത്തില്ല, ഏറ്റുപോകാൻ പറ്റത്തില്ല. നിങ്ങൾ തിരിയാനത്തിനുള്ള ആൾക്കാരാണ്. കാരണം 2 പേര് വരാനുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു അല്ലേ? അപ്പോൾ പിന്നെ ഇവിടുന്ന് ഇറങ്ങി പോകുന്ന കാര്യം പറയണ്ടല്ലോ. തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങളുടെ ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ശിശു സ്നാനമേറ്റ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളെന്ന് അച്ഛൻ നേരത്തെ പറഞ്ഞു. ബാക്കിയുള്ളവരെല്ലാം മുദ്രിത സ്നാനമേറ്റവരാണ്. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുകയും നിങ്ങളെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയും ചെയ്യും. ഇന്ന് സുവിശേഷമായിട്ട് വായിച്ച വേദഭാഗം ഏതാണ്? സ്ഥിരീകരണ കുട്ടികളോടാണ് ചോദ്യം. ഞാൻ ചോദ്യം ചോദിക്കും, നിങ്ങൾ എന്ത് ചെയ്യണം, ഉത്തരം പറയാം. അത്രേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. വലിയ പ്രസംഗങ്ങളൊന്നും ഇന്ന് ഇല്ലാത്ത ദിവസമാണ്. പ്രസംഗം പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. സുവിശേഷമായിട്ട് വായിച്ച ഏതാ പുസ്തകം? ഏതാ? എല്ലാവരും കൂടെ നോക്കിയോ. യോഹന്നാൻ യോഹന്നാൻ 14, 15, 16, 17 വാക്യങ്ങൾ അല്ലേ? ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് ചെയ്തോളുക, ധൈര്യമായിട്ട് എന്ത് ചെയ്തോളുക, ഉത്തരം പറഞ്ഞോളൂ കേട്ടോ. അപ്പം നമുക്ക് എളുപ്പം തീർക്കാം. ഓക്കെ, എന്നതാ വാക്യം? ഒന്ന് വായിച്ചേ. ആൺകുട്ടികളും മുമ്പ് ഇരിക്കുന്നവരൊന്ന് വായിച്ചേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. ഫ്രണ്ടിലിരിക്കുന്നവർക്ക് വായിക്കാം, അവർക്കാണ് ചാൻസ്. ആൺകുട്ടികൾ വായിക്കാം. ഇവിടെ ആരാ വായിച്ചേ? ഓക്കെ, ഒന്നുകൂടെ വായിച്ചേ. ഓക്കെ, നിങ്ങൾ കണ്ടോ ഈ ഫ്രണ്ടിൽ റോ? ഓക്കെ, ഈ നമ്മുടെ വേദപുസ്തകത്തിൽ ഇതിൻ്റെ അകത്ത് എത്ര പുസ്തകമുണ്ട്? വേദപുസ്തകം എത്ര പുസ്തകം അടങ്ങിയ പുസ്തകങ്ങളാണ്? 66 പുസ്തകങ്ങൾ. ഇത് എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ 66 പുസ്തകങ്ങൾ പേരൊക്കെ ഓർത്തിരിക്കാൻ നമുക്ക് വലിയ പാടാണ് അല്ലേ?
അതുകൊണ്ട് ഇതിന് എളുപ്പമാർഗമുണ്ട്. ഇതിവിടെ ഈ ആദ്യത്തെ ഭാഗം നോക്കുമ്പോൾ ഇത് ആകാരാദി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് കേട്ടോ. പുസ്തകക്രമം എന്നാണ് പറയുന്നത്. അപ്പോൾ പഴയ നിയമമാണെങ്കിൽ എന്ത് ചെയ്യണം? കുറഞ്ഞ പക്ഷം ഒരു പുസ്തകത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്നാ ഓർക്കണം? അത് പഴയ നിയമത്തിലാണോ പുതിയ നിയമത്തിലാണെന്നൊരു അത്രയെങ്കിലും നമ്മൾ ഓർത്തിരിക്കണം. പഴയ നിയമമാണെങ്കിൽ ആദ്യത്തെ പേജ്, പുതിയ നിയമമാണ് ഏത്? രണ്ടാമത്തെ പേജ്. അപ്പോൾ അവിടെ പുസ്തകത്തിൻ്റെ പേര് നോക്കുക, പുസ്തകത്തിൻ്റെ പേജുണ്ട്, അതിൻ്റെ പേജ് നമ്പറുണ്ട്. അന്നേരം നമുക്ക് വേഗം എന്ത് ചെയ്യും എടുക്കാൻ സാധിക്കും അല്ലേ? ഇല്ലെങ്കിൽ ഇവിടെ പിള്ളേർ ഇരിക്കുന്ന പോലെ എന്ത് ചെയ്യും? അവർ ഉൽപ്പത്തി തൊട്ട് എന്ത് ചെയ്യും? അങ്ങ് യോഹന്നാനെ അന്വേഷിച്ച് പോയാൽ എവിടം വരെ പോകണം? നമ്മൾ സ്ത്രീകളെ കഴിഞ്ഞാൽ എന്ത് ചെയ്തില്ല? അവർ കണ്ടുപിടിച്ച് ചേർത്തില്ല അല്ലേ? ഓക്കെ, അതിന് പുസ്തകക്രമം എന്നാണ് പറയുന്നത്. പുസ്തകക്രമം എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം കേട്ടോ. പണ്ടൊക്കെ അത് വലിയൊരു ഇതായിരുന്നു. പുസ്തകക്രമം ഇങ്ങനെ തെറ്റാതെ പറയും. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, യോശുവ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും പഠിപ്പിക്കുന്ന രീതി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ആരും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ് പഠിച്ചവരുടെ ഒക്കെ ചിന്ത. അതുകൊണ്ട് അധ്യാപകരും പ്രായമുള്ളവരൊന്നും എന്ത് ചെയ്യുന്നില്ല, പുസ്തകക്രമം എന്ത് ചെയ്യുന്നില്ല, പഠിപ്പിക്കുന്നില്ല. അവരാവശ്യമുള്ളവർ പഠിച്ചോണം എന്നുള്ളതാണ് അതിൻ്റെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ അതൊന്നും നോക്കട്ടെ, നിങ്ങൾ എന്ത് ചെയ്തോളുക? പുസ്തകക്രമം എന്ത് ചെയ്യുക? വായിച്ച് പഠിച്ചോളൂ അല്ലേ? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, യോശുവ, ന്യായാധിപന്മാർ, റൂത്ത് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക? അങ്ങ് പഠിക്കുക. നല്ല രസമായിരിക്കും പഠിക്കാൻ, അത് ഓർത്തിരിക്കാൻ. അങ്ങനെ പാട്ടൊക്കെ ഉണ്ട് പുസ്തകത്തിൻ്റെ പേരിൻ്റെ, അത് നമ്മൾ ഓർത്തിരിക്കാം. വാക്യം ഒന്നുകൂടെ വായിക്കാം. ആ റെഫറൻസ് ഞാൻ ഒന്നുകൂടെ പറയാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പറഞ്ഞ് സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ആൺകുട്ടികൾ മാത്രമെന്ന് പറഞ്ഞ്, കുട്ടികൾ എന്ന് പറയുമ്പോൾ പ്രായമുള്ളവർ പിണങ്ങരുതേ. ഞാൻ എളുപ്പം എന്ന് വായിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവരാരും അത് കുട്ടികളല്ല, ഞങ്ങളെന്തിനാ പറയുന്നത് ചിലപ്പോൾ ഓർത്ത് പോകും. അങ്ങനെ വിചാരിക്കേണ്ട. നിങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് സ്ത്രീയിടാൻ കഴിക്കാനുള്ള ആൾക്കാരെയാണ് കുട്ടികൾ എന്നുള്ള പദം കൊണ്ട് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഓർത്തിരുന്നതാണ് കേട്ടെ. ആൺകുട്ടികൾ എന്ന് പറഞ്ഞേ വാക്യം പറഞ്ഞു. എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഒറ്റയടിക്കൊന്ന് പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. പെൺകുട്ടികളെന്ന് പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. റെഫറൻസ് പറഞ്ഞേ, ആ ഭാഗം പറഞ്ഞേ. ഓക്കെ, എളുപ്പത്തിന് യോഹന്നാൻ 14:15 എന്ന് പറയാം അല്ലേ? ഓർത്തിരിക്കുള്ളൂ. യോഹന്നാൻ 14:15. യോഹന്നാൻ എന്ന് പറയുമ്പോൾ സുവിശേഷം എന്ന് ഓർത്തോണം. അല്ലാതെ ഉണ്ട് എന്നുണ്ട്. യോഹന്നാൻ ഉണ്ട്, 1 യോഹന്നാൻ 2 യോഹന്നാൻ ലേഖനങ്ങൾ വേറെ ഉണ്ട്. യോഹന്നാൻ എന്ന് പറയുമ്പോൾ സുവിശേഷമാണെന്ന് പ്രത്യേകിച്ച് ഓർത്തോണം. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞേ, എല്ലാവരും ചേർന്ന് പറഞ്ഞേ. വാക്യം കാത്തുകൊള്ളും. പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ മഹത്വമേറിയ വചനങ്ങളെ കേൾപ്പാൻ ധ്യാനിപ്പാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. വചനം പറയുന്ന ബലഹീന അടിയനെ കേൾക്കുന്ന അവിടുത്തെ മക്കൾ ഒരുപോലെ അലങ്കരിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകരിക്കപ്പെടുവാനായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്ന അവിടുത്തെ മക്കളെ പേരുപേരായി 26 പേരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കും. അവരിന്ന് അങ്ങയുടെ എടുക്കുന്ന തീരുമാനങ്ങൾ, പ്രതിജ്ഞകൾ, അതിൻ്റെ ആഴവും അതിൻ്റെ മഹത്വവും അതിൻ്റെ പരപ്പം അവർ മനസ്സിലാക്കി, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അവരുടെ ജീവിതാവസാനം വരെ അത് പാലിപ്പാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവ് അതിനെ ഞങ്ങളെ സഹായിക്കണം. മഹത്വം മാത്രം എടുക്കണമേ. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. ഓക്കെ, ദൈവത്തെ സ്നേഹിക്കുന്നവരെന്ന് കൈവക്കിക്കേ. ദൈവത്തെ സ്നേഹിക്കുന്നത്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നു. കൈ താത്തിട്ടു. ഓക്കെ, ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്നാ ചെയ്യും? ഇപ്പം പറഞ്ഞതനുസരിച്ച് കൽപ്പനകളെ കാക്കും അല്ലേ? കാക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നാണ്. കൽപ്പന അനുസരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യും? കൽപ്പനകൾ അനുസരിക്കും. അനുസരിക്കുന്ന ഓർത്തോളൂ. കാക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കാൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യും? കൽപ്പനകളെ അനുസരിക്കും. മനസ്സിലായല്ലോ? മറന്നു പോകരുത്. കുറച്ച് കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും ചോദിക്കരുത്. ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യും? കൽപ്പനകളെ അനുസരിക്കും. കൽപ്പനകൾ എത്രയാ? 10 കൽപ്പന അറിയാൻ തുടങ്ങിയ 10 കൽപ്പന എനിക്കറിയാം. അറിയാവുന്നതിന് മാത്രമേ കൈവെക്കാവൂ കേട്ടോ. സത്യം മാത്രമേ പറയാവുള്ളൂ അല്ലേ? കൈ തത്തിട്ടോ. സത്യം മാത്രമേ പറയാവുള്ളൂ. സത്യമേവ
ജയതേ, അതൊക്കെ അറിയാം അല്ലേ. സത്യമേവ ജയതേ, സത്യം മാത്രമേ ജയിക്കത്തുള്ളൂ അല്ലേ. ഓക്കെ, കൈ വെക്കാത്തവരുണ്ടല്ലോ. അപ്പം അവർ ഒരു 9 കൽപ്പന അറിയാമോ? 9 എണ്ണം അറിയാതെ ദീപിക്ക് 9. ക്രമം നോക്കണ്ട, 8 എണ്ണം പോട്ടെ. 5 കൽപ്പന എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ദീപിക്ക് 5 എണ്ണം. ഓക്കെ, 3 പേർക്ക്, 4 പേർക്ക്, 5 പേർക്ക് അറിയാം. ഓക്കെ, ഏതാ 5 കൽപ്പന വരെ അറിയത്തില്ല, 3 എണ്ണം ശരിക്കും പറയാമെന്നുള്ളത് ദീപിക്ക് 3 എണ്ണം. ഇടയ്ക്ക് കുറച്ച് പേരും കൂടെ കൈപ്പൊക്കാണെന്നിരിക്കുന്നു. ഓക്കെ, പ്രശ്നം അതല്ല. ഈ 10 കൽപ്പന എന്തിനു വേണ്ടിയുള്ളതാ? അനുസരിക്കാൻ വേണ്ടിയുള്ളതാ അല്ലേ. 10 കൽപ്പനകളും അനുസരിക്കാനുള്ളതാണ്. ഈ കൽപ്പന ആദ്യം എവിടെയാണ് എഴുതിയിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത് വേദപുസ്തകത്തിൽ? ഏത് ഭാഗത്താ? പുറപ്പാട് പുസ്തകം അല്ലേ. ഓക്കെ, അധ്യായം ഒന്നും ചോദിക്കുന്നില്ല. പുറപ്പാട് പുസ്തകം. പുറപ്പാട് പുസ്തകത്തിലാണ് ആദ്യം പറഞ്ഞു. രണ്ടാമത് എവിടെയാ, ഏത് പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ഇവർക്കറിയാലോ, ആവർത്തന പുസ്തകം അല്ലേ. ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാം. ഈ ആവർത്തന പുസ്തകം തന്നെ നമ്മൾ വായിക്കുമ്പോൾ 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 4 മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഈ കൽപ്പന ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന 10 കൽപ്പന പറഞ്ഞതിന് ശേഷം വീണ്ടും പറയുന്ന കാര്യം, ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ, കൽപ്പനകൾ എന്ത് ചെയ്യണം? അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. അത് എല്ലാ സമയത്തും നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കണം. അത് നിങ്ങൾ ഇരിക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, വഴി നടക്കുമ്പോൾ എല്ലാം എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് ധ്യാനിച്ചിരിക്കണം. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുത് അല്ലേ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യമാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അവിടെ 10 കൽപ്പനകളും പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നതാണ് ഈ കൽപ്പന. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ കൽപ്പനകൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിതകാലത്ത് ഒരിക്കലും മറന്നു പോകരുത്. അത് നിങ്ങളുടെ മക്കളോട് ഉപദേശിച്ചു കൊടുക്കണം. നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. അവരുടെ മക്കളോട് പറയണം. അവരുടെ മക്കളോട് പറയണം. തലമുറയായിട്ട് എന്ത് ചെയ്യണം? ഈ കൽപ്പനകൾ എന്ത് ചെയ്യണം? അവരെ പറഞ്ഞു പഠിപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. മാതാപിതാക്കന്മാർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. 10 കൽപ്പന ആരാ പഠിപ്പിക്കേണ്ടത്? വാസ്തവം പറഞ്ഞാൽ വചനം നോക്കുമ്പോൾ ആരാ പഠിപ്പിക്കേണ്ടേ? ഏതെങ്കിലും ഒരു മാതാപിതാവോ ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങളെ? മേപ്പാറപ്പള്ളിയിൽ ആരെങ്കിലും പഠിപ്പിച്ചെനിക്ക് തോന്നുന്നില്ല. പിന്നെ കട്ടപ്പന ഇടവക മൊത്തം നോക്കിയാൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല അല്ലേ. ആരെങ്കിലും ജില്ല മുഴുവനായിട്ട് എടുത്താലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു മാതാവോ പിതാവോ അവരുടെ മക്കളെ ഈ കൽപ്പന പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? വചനം അങ്ങനെയാണ് പറഞ്ഞത്. നിന്റെ ഹൃദയത്തിൽ ഇതിരിക്കണം, നീ അതനുസരിച്ച് നടക്കണം, നീ അത് സംസാരിക്കണം. അതുമായിട്ട് ബന്ധപ്പെടാതെ ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് മാത്രമല്ല, അതെന്ത് ചെയ്യണം? നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. അവരുടെ മക്കളോട് പറഞ്ഞു. തലമുറയായി കൽപ്പനകൾ കൈമാറ്റം ചെയ്യാൻ, പഠിപ്പിക്കാൻ, അനുസരിപ്പിക്കാനുള്ള ബാധ്യത ആർക്കാണ്? മാതാപിതാക്കന്മാർക്ക് ആവാസം. ഇന്നത്തെ മാതാപിതാക്കന്മാരൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു? അവർ സ്വതന്ത്രം പ്രാപിച്ചു അല്ലേ. അവരെന്നെ പറഞ്ഞു, ഞങ്ങൾ പിള്ളേരെ എന്ത് ചെയ്തേക്കാം? സൺഡേ സ്കൂളിൽ വിട്ടേക്കാം, അവരെന്ത് ചെയ്തോണം? പഠിപ്പിച്ചോണം അല്ലേ. സൺഡേ സ്കൂൾ എത്തി അവരെ പഠിപ്പിച്ചോണം. കൽപ്പന പഠിപ്പിക്കാനും വചനം പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? സൺഡേ സ്കൂൾ എത്തിയാൽ. ഇപ്പം വന്ന് നമ്മൾ നോക്കും ഏത് അധ്യാപികയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അല്ലേ. നമുക്ക് അധ്യാപകർ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തില്ല, ആ ക്ലാസ്സിൽ വിടത്തി. അത്രയും വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പുരോഗമിച്ച് എത്തിയിട്ടുണ്ട് അല്ലേ. നമ്മളോ പറഞ്ഞു കൊടുക്കത്തില്ല, പിന്നെ പറഞ്ഞു കൊടുത്താൽ വിടാലോ. അവർക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ള ടീച്ചർമാരല്ലെങ്കിൽ സാറന്മാരല്ലെങ്കിൽ എന്ത് ചെയ്തില്ല, അവൻ പഠിപ്പിക്കണ്ടെന്ന് പറയും അല്ലേ. അവൻ കൽപ്പന പഠിപ്പിച്ച ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അവർ കൊണ്ടുവരിക അല്ലേ. ഇതിൻ്റെ വചനത്തെക്കുറിച്ചുള്ള പാപ്പരത്വം അല്ലാതെ എന്നാ പറയാനാ അല്ലേ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. ദൈവം നിങ്ങൾക്ക് മക്കളെ തരുമ്പോൾ എന്ത് ചെയ്യണം? അവരെന്ത് ചെയ്തോണം? കൽപ്പന പഠിപ്പിക്കണം അല്ലേ. പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുന്ന് ചെറിയ ശിശു സ്നാനം കഴിയുന്ന ആൾക്കാരെ എന്ത് ചെയ്ത് കൊണ്ടുപോകും കേട്ടോ. പ്രായമായിട്ട് സ്നാനം കഴിഞ്ഞവർ പഠിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് വരുന്നു. അതാണ് അതിൻ്റെ വ്യത്യാസം. അത് പഠിച്ചിട്ട് വരുന്നു. കുഞ്ഞു പിള്ളേരെന്ത് ചെയ്യുന്നു? അവർ മാതാപിതാക്കന്മാർ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഓർത്തതാണ്, മാതാപിതാക്കന്മാർക്ക് വളരെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. നിങ്ങളിപ്പോൾ കുറച്ച് പേർക്ക് 10 കൽപ്പന അറിയാം അല്ലേ. കുറച്ച് പേർക്ക് എന്ത് ചെയ്തില്ല? കൽപ്പന അറിയത്തില്ല. അവരെങ്ങനെ അനുസരിക്കുന്നത്? കുരുത്തക്കേടിന് മോഷ്ടിക്കരുതെന്നുള്ള കൽപ്പന അവർക്ക് അറിയത്തില്ല എന്ന് കൂട്ടിക്കോ. അവരെന്ത് ചെയ്യും? അവർ സിരിയണ കഴിഞ്ഞ് ഇവിടെ ഉറപ്പേര് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? പോയി മോഷ്ടിക്കാൻ തുടങ്ങും അല്ലേ. പോലീസ് പിടിച്ച് ജയിലിൽ കൊണ്ടുവിടും. ഉടനെ കട്ടപ്പനയാണ്, ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ കട്ടപ്പനയാണ്. കട്ടപ്പന അച്ഛനെ വിളിക്കുന്നത്, നിങ്ങളുടെ ആൾ എന്ത് ചെയ്തിട്ടുണ്ട്? വെള്ളയെടുപ്പൊക്കെ ഇട്ട ആളാണ്, പോലീസ് പിടിച്ചിട്ടുണ്ട്, എന്നതാ കുറ്റം? മോഷണമാണ്.
അച്ഛനോടെ വന്ന് നോക്കുമ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസം സ്ത്രീയണം കഴിഞ്ഞ ആൾ അച്ഛനോടനെ പറയുകയാണിത്, എൻ്റെ പൊന്നു മക്കളെ, നമ്മുടെ മുഖത്ത് കരി വാരി തേക്കാൻ നിങ്ങളവിടെ പറഞ്ഞതല്ലേ, കൽപ്പനയല്ല അല്ല, അതിനകത്ത് പറഞ്ഞിരിക്കുക മോഷ്ടിക്കരുതെന്ന് പറഞ്ഞേക്ക്, നിങ്ങൾ എന്നാ കുരുത്തേക്കാടാണ് കാണിച്ചത്, എനിക്കിനി ഈ റോട്ടിൽ കൂടെ നടക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അന്നേരം കൊച്ചു പറയാണ്, അച്ഛാ ഞാൻ അന്നേ പറഞ്ഞതല്ലേ എനിക്ക് 2 കൽപ്പന അറിയത്തില്ല, ഒരു കൽപ്പന മോഷ്ടിക്കരുത്. കൽപ്പന അറിയത്തില്ല, എന്ത് ചെയ്യും? അനുസരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അനുസരിക്കേണ്ട കൽപ്പനകൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിരിക്കണം. 10 കൽപ്പന നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. 10 കൽപ്പന നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം കേട്ടോ. പഠിക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യണം? ഇന്ന് തന്നെ പഠിച്ചോണം. ഏത് കൽപ്പനയാണ് അറിയത്തില്ലാത്തത് അതെന്ത് ചെയ്യണം? അത് പഠിച്ചോണം. നമ്മൾ ആരാധനക്രമത്തിൽ അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് തന്നെ 10 കൽപ്പനകൾ 10 പറഞ്ഞ് 10 കൽപ്പനകൾ എന്ന് പറഞ്ഞ് തന്നെ എഴുതിയിട്ടുണ്ട്. വേദപുസ്തകം വായിക്കാതെ തന്നെ നോക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആരാധന പുസ്തകം നോക്കാം. കാരണം ആരാധനയ്ക്ക് പോകുന്ന ആൾക്കാർ ആരാധന പുസ്തകം കൊണ്ടുപോകണമെന്നും അത് എല്ലാ വിശുദ്ധ സംസർഗമുള്ള ഞായറാഴ്ചയിൽ അത് വായിക്കണമെന്ന് നിർബന്ധമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആരാധന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? അതെല്ലാം വായിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? അതോ അതിൻ്റെ ചുരുക്കവും വായിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? അത് നമ്മളെല്ലാം പിന്നെ ആരാധന തുടങ്ങുന്നു. ഇന്നത് വായിച്ചോ? ഇന്ന് 10 കൽപ്പന വായിച്ചായിരുന്നോ? 10 കൽപ്പന വായിച്ചില്ല അല്ലേ? പിന്നെ അച്ഛൻ എന്നാ വായിച്ചേ? സമയം പോയെന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞു നമുക്ക് ചുരുക്കിയേക്കാം എന്ന്. അങ്ങനെ പറഞ്ഞില്ല, ചുരുക്കം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അച്ഛൻ പറഞ്ഞു. മിഷൻ ഡയറക്ടർ ആയതുകൊണ്ട് ഒത്തിരി മിഷൻ ബില്ലൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. എന്ത് ചെയ്തു? അച്ഛൻ ഒറ്റ ചുരുക്കം ചുരുക്കി അല്ലേ? ചുരുക്കി എന്ത് ചെയ്തു? സാധാരണ ഗതിയിൽ അതിൻ്റെ പ്രതിവാക്യം കട്ടപ്പന പള്ളിയിലൊക്കെ പാട്ടാണ് അല്ലേ? പാടിയെ നീണ്ടു പോകല്ലോ എന്നർത്ഥം എന്ത് ചെയ്തു? ചുരുക്കി പറഞ്ഞു. കർത്താവേ കൽപ്പന കാപ്പാൻ അല്ലേ? നമ്മളെല്ലാം ചുരുക്കക്കാരാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചുരുക്കി പറഞ്ഞ കൽപ്പന ഏതാണ്? എത്രയായിട്ടാണ് ചുരുക്കി പറഞ്ഞത്? ഏതെല്ലാം? കൂട്ടുകാരനെ സ്നേഹിക്കുക, അങ്ങനെ സ്നേഹിക്കുക, അങ്ങനെ പറയാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് എന്ത് ചെയ്യണം? പറയണം. ഒരു ഭാഗം പെൺകുട്ടികൾ പറയാം, ഒരു ഭാഗം ആൺകുട്ടികൾ. ആദ്യത്തെ ഭാഗം പെൺകുട്ടികൾ പറയും. പറഞ്ഞു. പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കണം അല്ലേ? നിങ്ങളെല്ലാവരും അതിനോട് യോജിക്കുന്നുണ്ടോ? ഉണ്ടോ? അത് തന്നെയാണോ? ശരിയാണോ? അടുത്തത് നിങ്ങൾ പറഞ്ഞേ. ചെറിയ അല്ലേ? നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം അല്ലേ? ഓക്കെ, ഈ 2 കൽപ്പനകളിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ന്യായപ്രമാണം ഏതാണ്? ആൺകുട്ടികൾ പറഞ്ഞു. ന്യായപ്രമാണം ഏതാണ്? ന്യായപ്രമാണം ഇത് അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞത് ഏതാ ന്യായപ്രമാണം? അങ്ങോട്ടും കൊണ്ട് നോക്കരുത്, എന്നെ മാത്രമേ നോക്കാവൂ. കഥകളെ അറിയത്തില്ലാത്തവർ മുദ്ര കാണിക്കും അല്ലേ? ഇവിടെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലേ? പറഞ്ഞേ എന്ന് പറഞ്ഞേ. ന്യായപ്രമാണം ഏതാണെന്നാ ചോദ്യം. ന്യായപ്രമാണം നിങ്ങൾ പറഞ്ഞല്ലേ ഇതിൻ്റെ അകത്ത് ന്യായപ്രമാണം അടങ്ങിയിട്ടുണ്ടെന്ന്. അത് എൻ്റെ ചോദ്യം ഇതാണ്, ഏതാണ് ന്യായപ്രമാണം? ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ന്യായപ്രമാണം ഏതാണെന്ന് എൻ്റെ ചോദ്യം. പറഞ്ഞു. ബൈബിളിലെ ഓക്കെ അറിയാം. ഏതാണ്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് പറഞ്ഞു അറിയാം, സംഗതി അറിയാം. വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളാണ് പറഞ്ഞത്. അതെ, ആദ്യം ഏത് പുസ്തകങ്ങളൊക്കെയാ? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. 5 പുസ്തകങ്ങൾ, പഞ്ചഗ്രന്ഥങ്ങൾ. അത് മോശ എഴുതിയതാണ്. അതുകൊണ്ട് മോശയുടെ 5 പുസ്തകങ്ങൾ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ മോശയുടെ പുസ്തകം എന്ന് പറയും, പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയും, അല്ലെങ്കിൽ തോറ എന്ന് പറയും, ഇസ്രായേൽ മക്കളുടെ ബൈബിൾ എന്ന് പറയും. അപ്പോൾ ഈ 2 കൽപ്പനകളിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? ഉൽപ്പത്തി തൊട്ട് ആവർത്തനം വരെയുള്ള പുസ്തകങ്ങളും പിന്നെ പ്രവാചകന്മാർ 2-3 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞേ, പെൺകുട്ടികൾ പറഞ്ഞേ. പ്രവാചകന്മാരാരാ? ഫ്രാൻസിസ് പ്രവാചകൻ, ബിനോയ് പ്രവാചകൻ, ഇമ്മാനുവൽ പല, ദാനിയൽ പ്രവാചകൻ അല്ലേ? ദാനിയൽ പ്രവാചകൻ ഉണ്ട് പിന്നെ. അതാണോ പറഞ്ഞേ? 2-3 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞേ. ദാവീദ്. പിന്നെ
ദാവീദൊക്കെ പ്രവാചകനാണെന്ന് എന്ത് ചെയ്യണം? ഒന്നുകൂടെ വിശദീകരിച്ച് പറയണം അല്ലേ? യെശയ്യാവ്, യെരമ്യാവ്, ഹോശയ്യ, യോവേൽ, ആമോസ്, ഹെസ്കേൽ അല്ലേ? ധാരാളം പ്രവാചകന്മാരുണ്ട് അല്ലേ? ഈ 2 കൽപ്പനയിൽ ആരെല്ലാം അടങ്ങിയിട്ടുണ്ട്? ആവർത്തനം വരെയുള്ള 5 പുസ്തകങ്ങളും ഇപ്പം പറഞ്ഞ പേര് പറഞ്ഞ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ 2 കൽപ്പനകളിൽ അല്ലേ? അതായത് അർത്ഥം ഇതാണ്, ആ 2 കൽപ്പനകൾ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കണമെങ്കിൽ എന്തും കൂടെ നമ്മൾ പഠിക്കണം, വായിക്കണം. ഉൽപ്പത്തി തൊട്ട് ആവർത്തനം വരെയുള്ള 5 പുസ്തകങ്ങളും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലൂടെ വായിച്ചാൽ മാത്രമേ കർത്താവ് ചുരുക്കി പറഞ്ഞ ഈ 2 കൽപ്പനകളുടെ പൊരുൾ, അർത്ഥം നമുക്ക് മനസ്സിലാവും. മനസ്സിലായോ? 10 കൽപ്പന എന്ന് പറയുന്നത് അത് കൃത്യം എന്ത് ചെയ്തിരിക്കുകയാണ്? കൃത്യം പറഞ്ഞിരിക്കുകയാണ്. വിശദീകരണം എന്ത് ചെയ്തിട്ടില്ല, അതിനകത്ത് പറഞ്ഞിട്ടില്ല. കൽപ്പനയ്ക്കകത്ത് തന്നെ ഇല്ല, അത് അതിൽ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? അതിൽ തന്നെ അത് പൂർണ്ണമാണ്. കൽപ്പനകൾ അതിൽ തന്നെ പൂർണ്ണമാണ്. മോഷ്ടിക്കരുതെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്താ മനസ്സിലാക്കുന്നത്? മോഷ്ടിക്കരുതെന്ന് പറഞ്ഞാൽ മോഷ്ടിക്കരുത് തന്നെ അല്ലേ? അതിന് വേറെ വ്യാഖ്യാനം വേണോ? മോഷ്ടിക്കരുതെന്ന് പറഞ്ഞാൽ മോഷ്ടിക്കരുത്. പിന്നെ കള്ളസാക്ഷ്യം പറയരുതെന്ന് പറഞ്ഞാൽ എന്താ? കള്ളസാക്ഷ്യം പറയരുതെന്നാണ് അല്ലേ? എന്നെ മാത്രമേ, യഹോവയാകുന്ന ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? വേറെ 100,000 ദൈവങ്ങളുണ്ടായിരിക്കും, പക്ഷേ അവരെ ഒന്നും ആരാധിക്കരുത്, എന്നെ മാത്രം ആരാധിക്കാൻ. അതിന് വ്യാഖ്യാനം അതിന് ആവശ്യമേ ഇല്ല. വിഗ്രഹങ്ങൾ ആരാധിക്കരുതെന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വിഗ്രഹങ്ങൾ ആരാധിക്കരുത് തന്നെയാണ്. അപ്പനെയമ്മയും ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അത് മനസ്സിൽ വലിയ ചീത്തയും പറഞ്ഞാൽ അത് കുഴപ്പമുണ്ടോ? ഒച്ചയ്ക്ക് പറഞ്ഞാലോ കുഴപ്പമുണ്ടോ? കൈയെടുത്ത് 2 അടി കൊടുത്താൽ, കാലിലെടുത്ത് തൊഴി കൊടുത്താലേ അത് ബഹുമാനക്കുറവാവുള്ളൂ. അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ബഹുമാനിക്കാതെ ബഹുമാനിക്കാതെ തന്നെയാണ് അല്ലേ? ഏതർത്ഥത്തിൽ അല്ലേ? അതിന് വ്യാഖ്യാനം വേണ്ട. മോഹിക്കരുതെന്ന് പറഞ്ഞാൽ എന്താണ്? മോഹിക്കരുത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അത് അതിൽ തന്നെ പൂർണ്ണമാണ്. ഓക്കെ, അപ്പം അതങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ വിശദീകരണം എന്ത് ചെയ്തിട്ടുണ്ട്? ബാക്കിയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം നമ്മൾ 20-ാം അധ്യായത്തിൽ അത് മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് കൽപ്പന ലഭിച്ചു എങ്കിൽ ആ കൽപ്പനയെക്കുറിച്ചുള്ള വിശദീകരണം എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവം മോശയുമായുള്ള സംഭാഷണത്തിൽ പർവ്വതത്തിൽ വെച്ച് തന്നെ പറയുന്നുണ്ട്. അത് പുറപ്പാട് പുസ്തകം 35-ാം അധ്യായം വരെ, ഇടയ്ക്കൊരു ചെറിയ 1-2 ഇടവേളകൾ ഒഴിച്ചാൽ ആ അത്രയും അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവനും എന്താണ്? ഈ കൽപ്പനകളുടെ വ്യാഖ്യാനമാണ് എന്ന് കാണാൻ സാധിക്കും. സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കുമ്പോൾ അത് കാണാൻ സാധിക്കും. മാത്രമല്ല, തുടർന്ന് വരുന്ന പുറപ്പാട് കഴിഞ്ഞ് വരുന്ന പുസ്തകങ്ങളും അതിനകത്തെല്ലാം പറഞ്ഞിരിക്കുന്നതിൻ്റെയാണ് ഈ കൽപ്പനയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതോ ഈ കൽപ്പന ലംഘിച്ചു പോയ ഇസ്രായേൽ മക്കളെക്കുറിച്ചാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓർക്കണം, കൽപ്പന ലംഘിച്ചു പോയതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച്, കൽപ്പന അനുസരിച്ചാലുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച്, ഇസ്രായേൽ മക്കൾക്ക് മാത്രമല്ല മറ്റ് രാജ്യങ്ങൾക്കും വരുന്ന ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, ശിക്ഷകൾ എന്നതിനെക്കുറിച്ച് എല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? കൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? കൽപ്പനയാണ്. അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. എന്ത് ചെയ്യണം? നമ്മൾ ഈ ഇത്രയും കാര്യങ്ങൾ കൂടെ പുസ്തകങ്ങളിലൂടെ വായിച്ച് മനസ്സിലാക്കിയാലേ പറ്റത്തുള്ളൂ. അതെന്തെങ്കിലും വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് സ്ഥിരം വല്ലതും കിട്ടുമോ? ഇപ്പം തന്നെ 10 എഴുതി അതിലെ പകുതി അറിയത്തില്ല അല്ലേ? ഇപ്പം ആവർത്തനം വരെ വായിച്ചുകൊണ്ട് പറയണമെന്ന് പറഞ്ഞാൽ, പ്രവാചകന്മാരുടെ പുസ്തകമൊക്കെ വായിച്ചുകൊണ്ട് പറഞ്ഞാൽ വല്ലതും നടക്കുമോ? നടക്കത്തില്ല അല്ലേ? അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. എല്ലാ ദിവസവും എന്ത് ചെയ്യണം? എല്ലാ ദിവസവും വായിക്കും. എല്ലാ ദിവസവും വായിച്ചു കൊടുക്കും. കൽപ്പനകളുടെ വിശദീകരണം അതിനകത്ത് പറഞ്ഞെനിക്ക് കാണാനും സാധിക്കും. അതനുസരിക്കാത്തവർക്ക് വന്ന ദോഷങ്ങൾ കാണാനും സാധിക്കും. അനുസരിക്കുന്നു വരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് കാണാനായിട്ട് സാധിക്കും. എന്ത് ചെയ്തോളുക? എല്ലാ ദിവസവും വായിക്കും. വായന അറിയത്തില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? തമിഴോ മലയാളമോ? എല്ലാവർക്കും അറിയാം അല്ലേ? അതിനെ ദൈവത്തിന് വലിയൊരു കൃപയാണ്. ഒരുപക്ഷേ ഈ അക്ഷരാഭ്യാസം നമുക്ക് തന്നത് എന്തിനു വേണ്ടിയായിരിക്കും? ദൈവത്തിൻ്റെ ഏറ്റവും മഹത്വമേറിയ വചനങ്ങൾ വായിക്കാൻ വേണ്ടിയായിരിക്കും. അതുകൊണ്ട് ആദ്യമേ തന്നെ എന്ത് ചെയ്തോളുക? വിശുദ്ധ വേദോസം എല്ലാ ദിവസവും വായിച്ചു കൊടുക്കുക കേട്ടോ. എല്ലാ ദിവസവും എന്ത് ചെയ്യുക? പഠിക്കാൻ പോകുന്നവരും, പറമ്പിൽ പണിയാൻ പോകുന്നവരും, വീട്ടിൽ അടുക്കള ജോലിക്ക് പോകുന്നവരും, മറ്റു ആൾക്കാർക്ക് പണിക്ക് പോകുന്നവരും, അനുദിന കാര്യങ്ങൾക്ക് വേണ്ടി കൂലിപ്പണിക്ക് പോകുന്നവരും, ജോലി കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരും, ആരാണേലും വേണ്ടിയല്ല, എല്ലാ ദിവസവും എന്ത് ചെയ്തോളുക? വേദോസം അല്പസമയം വായിക്കുക, പ്രാർത്ഥിക്കുക. വേദോസം വായിക്കുക, പ്രാർത്ഥിക്കുക. കൽപ്പനകൾ എന്ത് ചെയ്യുക? നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കൽപ്പനകൾ നമ്മുടെ മനസ്സിൽ എല്ലാ സമയത്തും ഉണ്ടായിരിക്കണം. അതിനെ ബേസ് ചെയ്തായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഇതെല്ലാം വായിക്കണം. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും.
ഈ 2 കൽപ്പനകളിൽ സകലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ എന്തുമാത്രമാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നതിനെ കുറിച്ച് അത് കൽപ്പനകൾ നമ്മുടെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് ഇത് വായിച്ചാൽ എന്ത് ചെയ്യും നമുക്ക് മനസ്സിലാക്കേണ്ട സാധിക്കും. ഓക്കെ, അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം? വേദവസം വായിക്കണം. കുറേ കഴിയുമ്പോൾ ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വായിക്കാമെന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എല്ലാ ദിവസവും വേദവസം വായിക്കുമോ? എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കും, വാഗ്ദാനം ചെയ്യുന്നൊക്കെ പറഞ്ഞാണ് ഇവിടുന്ന് എന്ത് ചെയ്യുന്നു പോകുന്നത് അല്ലേ? ഓർത്തോണം, ഇവിടെ എന്താണ് നിങ്ങൾ പ്രതിജ്ഞ എടുക്കുന്നത്? ദൈവസന്നിധിയിൽ എടുക്കുന്ന പ്രതിജ്ഞ എന്താണ്? ഇവിടെ ഒരു വാക്ക് പറഞ്ഞു പോയാൽ എന്ത് ചെയ്യണം? അത് ചെയ്യണം. അത് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അല്ലേ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യരുത്? പറയരുത്. ഇവിടെ ഒന്ന് പറയാതിരുന്നാലോ? ഇന്നിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ എന്നാ ചെയ്യും? സ്ഥിരണം കിട്ടത്തില്ല അല്ലേ? പറയാതിരിക്കാനും പറ്റത്തില്ല അല്ലേ? അപ്പം തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്തു പോയി? ബാധ്യതപ്പെട്ടു പോയി അല്ലേ? പറഞ്ഞു പോയി എന്ത് ചെയ്യുക? ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ആണുങ്ങൾ വാക്ക് പറഞ്ഞാൽ എന്ത് ചെയ്യണം? വാക്കായിരിക്കണം. പെണ്ണുങ്ങളോ അതിനേക്കാൾ അപ്പുറമായിരിക്കണം അല്ലേ? അപ്പോൾ 2 പ്രാവശ്യം എന്ത് ചെയ്യണം? പാലിക്കണം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പ്രതിജ്ഞ എല്ലാ ദിവസവും വേദവസം വായിക്കും, എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, എല്ലാ വിശുദ്ധ ദിവസങ്ങളിൽ എന്ത് ചെയ്യും? ദേവാലയത്തെ ആരാധനയ്ക്ക് വരും. വന്നാൽ കമ്മ്യൂണിയൻ ഉണ്ടെങ്കിൽ വിശുദ്ധ ദിവസം കൊണ്ട് എന്ത് ചെയ്യും? അതിന് കൂടും. അതെല്ലാം നിങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് പോവുകയാണ്. അത് പറയുന്നില്ല. ആര് കേട്ടിട്ടുണ്ട്? ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ പറയുന്നത്. ദൈവം കേട്ടിട്ടുണ്ടല്ലേ? നമ്മൾ മറന്നു പോയാലും ആരും മറക്കത്തില്ല, ദൈവം മറക്കത്തില്ല. ഒരിക്കൽ ദൈവം നമ്മളോട് ചോദിക്കും, എല്ലാ ദിവസവും പള്ളി വരാമെന്നും പ്രാർത്ഥിക്കാമെന്നും ആരാധന കൂടാമെന്നും പറഞ്ഞിട്ട് പോയിട്ട് എന്ത് ചെയ്തു അല്ലേ? എല്ലാ ദിവസവും വേദവസം വായിക്കാമെന്ന് പറഞ്ഞിട്ട് നീ എന്ത് ചെയ്തു? എല്ലാ ദിവസവും എന്നോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് നീ എന്താണ് ചെയ്തത്? കൽപ്പനകൾ പ്രമാണിക്കാമെന്ന് പറഞ്ഞ് പോയിട്ട് നീ എന്ത് ചെയ്തു? എന്നെ സാക്ഷിക്കാമെന്ന് പറഞ്ഞ് നീ എന്താണ് സാക്ഷിച്ചത് എന്നൊക്കെ എന്ത് ചെയ്യും? ഒരിക്കൽ ദൈവം നമ്മളോട് ചോദിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? വളരെ ഗൗരവമായിട്ട് നമ്മൾ ഈ കൽപ്പനകൾ ഇന്നെടുക്കുന്ന പ്രതിജ്ഞകൾ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും. ഓക്കെ, അതിന് എളുപ്പമായിട്ട് ഇതിൻ്റെ കൽപ്പനകൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് പുറപ്പാട് പുസ്തകത്തിൻ്റെ 18-20 മുതലുള്ള തുടർന്നുള്ള 34 അധ്യായം വരെയുള്ള 35 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുകയും അതോട് ചേർന്ന് യേശു ഇതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. യേശു ഈ കൽപ്പനയെ എന്ത് ചെയ്തിട്ടുണ്ട്? വിശദീകരിച്ച് പറയുന്നു. പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് മോശ പിതാവാകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രാപിച്ച കൽപ്പനകളാണ് അല്ലേ? അതേ കൽപ്പനകൾ തന്നെ ദൈവപുത്രനായ യേശുക്രിസ്തു പർവ്വതത്തിൽ മലമേൽ കയറി, പർവ്വത പ്രസംഗം എന്ന് നമ്മൾ സാധാരണ അറിയപ്പെടുന്ന മലമേൽ കയറിയെന്ന് ശിഷ്യന്മാർക്ക് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് അല്ലേ? അത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായം. അത് വായിച്ചാൽ ഈ കൽപ്പന പറഞ്ഞിരിക്കുന്ന കൽപ്പനകളുടെ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കൃത്യമായിട്ട് കല്ലിൽ എഴുതിയ കൽപ്പനകളാണ്. അത് അക്ഷരം എന്ന് നമുക്ക് പറയാം, അക്ഷരത്തിലുള്ള എഴുത്തെന്ന് നമുക്ക് പറയാം. യേശു എന്ത് ചെയ്തു? അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്ന കാണാൻ സാധിക്കും. അതിൻ്റെ ആഴങ്ങളിലേക്ക് ഒരു ഉദാഹരണം കൂടെ പറയാം. എപ്രകാരമാണ്? നമ്മൾക്ക് പൈസ ഇല്ലെന്ന് വിചാരിച്ചു. പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊരു ദിവസം അതിലങ്ങ് നടന്നു പോകുമ്പോൾ അടുത്ത വീടിൻ്റെ തിണ്ണയിൽ ഒരു മേശയിൽ ഒരു ബാഗ്, ക്യാഷ് ബാഗ് ചുറ്റും നോക്കുമ്പോൾ ആരുമില്ല. നമ്മളെന്ത് ചെയ്യുന്നു? ആ ബാഗ് നമ്മൾ എടുക്കാനായിട്ട് ചെല്ലുന്നു. എടുക്കാനായിട്ട് ചെന്നപ്പോഴാണ് ബാഗിൻ്റെ അടുത്ത് വരെ ചെന്ന് ബാഗിൽ നിന്ന് തൊട്ടപ്പോഴാണ് കൽപ്പന ഓർമ്മ വന്നത്. ഏത് കൽപ്പനയാണ്? മോഷ്ടിക്കരുത് കൽപ്പന. ഉടനെ എന്ത് ചെയ്തു? ബാഗോടെ ചിന്തിച്ചു. പഴയ നിയമത്തിലെ കൽപ്പന അനുസരിച്ച് നമ്മൾ മോഷ്ടാവല്ല, മോഷണം എന്നുള്ള കുറ്റം ചെയ്തിട്ടില്ല. പുതിയ നിയമത്തിലെ കർത്താവിൻ്റെ പർവ്വത പ്രസംഗത്തിലെ അത് പർവ്വത പ്രസംഗം അനുസരിച്ച് നോക്കിയാൽ നമ്മൾ മോഷ്ടാവായി. വ്യത്യാസം മനസ്സിലായോ? കാരണം എന്താ? നമ്മൾ എടുത്തില്ല എങ്കിലും നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം തോന്നി, മോഷ്ടിക്കണമെന്നൊരാഗ്രഹം തോന്നി. മോഷ്ടിക്കുന്നൊരാഗ്രഹം തോന്നിയപ്പോൾ നമ്മൾ ആരായി തീർന്നു? നമ്മൾ മോഷ്ടാവായി തീർന്നു. കർത്താവ് പറയുന്ന അന്നേരം തന്നെ എന്ത് ചെയ്യണം? നമ്മളെ തെറ്റ് ഏറ്റു പറയണമെന്നാണ്. നമ്മുടെ ഉള്ളിൽ സംഭവിച്ച ആ തെറ്റ്, നമ്മുടെ മനസ്സിൽ സംഭവിച്ച തെറ്റ് എന്ത് ചെയ്യണം? ഏറ്റു പറയണം. പഴയ നിയമത്തിൽ അത് പ്രവൃത്തിയിൽ വന്നാൽ മാത്രമേ ഇത് അവരുടെ ഉപദേശം അനുസരിച്ച്
അല്ലെങ്കിൽ അവരുടെ വ്യാഖ്യാനം അനുസരിച്ച് എന്ത് ചെയ്യുന്നുള്ളൂ, അത് തെറ്റായി തീരുന്നുള്ളെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഴയ നിയമത്തിലെ കൽപ്പനകളും അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 10 കൽപ്പനകളും അത് നമ്മൾ ഉള്ളിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള തെറ്റുകൾ, അപ്പോൾ തെറ്റിൻ്റെ ആഴം അത് നമ്മൾ മനുഷ്യൻ നമ്മുടെ പ്രവൃത്തി വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു, തെറ്റായത് ഉള്ളാലെ എന്ത് ചെയ്യുന്നു, നമ്മൾ കളങ്കിതരായി തീരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു വിശുദ്ധ ദിവസം പള്ളിയിൽ വരുമ്പോൾ എന്തെല്ലാം തെറ്റുകൾ നമ്മൾ ഏറ്റു പറയണം അല്ലേ? അടുത്ത ചോദ്യം ഇതാണ്, ഇന്ന് ആരെങ്കിലും തെറ്റേറ്റ് പറഞ്ഞോ? ഇന്ന് ആരെങ്കിലും പാപം ഏറ്റു പറഞ്ഞായിരുന്നോ? ഇല്ലയെന്നാണ് പറയുന്നത്. ഓക്കെ, സ്ഥിരീകരണ കുട്ടികളോട് ചോദ്യമാണ്, ഇന്ന് ആരെങ്കിലും തെറ്റേറ്റ് പറഞ്ഞോ? അതിനുള്ള അവസരം ഇന്നും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു പറഞ്ഞു, പിന്നെ ഏറ്റു പറഞ്ഞോ? ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞു, ഒരാൾ ഇല്ലയെന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങളെല്ലാം പറയുന്നു പറഞ്ഞു. ഓക്കെ, എപ്പോഴാണ് അങ്ങനെ ചെയ്തത്? തെറ്റേറ്റ് എപ്പോഴാണ്? വീട്ടിൽ വെച്ചാണ്. ഓക്കെ, ചോദ്യം ഇതാണ്, വീട്ടിൽ വെച്ച് പറഞ്ഞു, ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. പക്ഷെ ഞാൻ ചോദിച്ചു, ഇവിടെ പള്ളിക്കകത്ത് വന്നപ്പം അതിനുള്ള അവസരം ഉണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചു. ഉണ്ടായിരുന്നു. അന്നേരം ഏറ്റു പറഞ്ഞത് ചോദ്യം. പറഞ്ഞൊന്നും പറഞ്ഞില്ല അതല്ലേ? കുറേ പേര് അങ്ങനെ പറയുന്നു, കുറേ പേര് ഇങ്ങനെ പറയും. ഓക്കെ, നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ഇന്ന് ആരാധന തുടങ്ങാനായിട്ട് ബെല്ലടിക്കാണ്ട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു 2 പേര് വരാനുണ്ട്, ആരാധന തുടങ്ങരുത് അല്ലേ? തുടങ്ങരുത്. സ്ഥിരീകരണത്തിനാണ്ട് 2 പേരും കൂടെ വരാനുണ്ടല്ലേ? നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആരാധന എന്ന് പറയുന്നത് ആദ്യത്തെ പ്രാർത്ഥനയോടെ ചെയ്യുകയാണ്. ആരാധന തുടങ്ങിക്കഴിഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെ പുറകോട്ട് പോക്കില്ല. അതാണ് ആരാധനയുടെ ഒരു പ്രത്യേകത. അത് പിന്നെ പടിയായിട്ട് എന്ത് ചെയ്യാണ്, മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത് ആരാധന. അതിന് ക്ലൈമാക്സ് എത്തുകയാണ്, ഏറ്റവും അവസാനം ആശീർവാദം പറഞ്ഞ് പിന്നെ തിരികെ പോവുകയാണ് അല്ലേ? അതുവരെ പിന്നെ വീണ്ടും പുറകോട്ട് പോകുന്നില്ല. അതാണ് ആരാധനയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ആരാധന പടിയായിട്ട് എന്ത് വരികയാണ്, ആദ്യത്തെ പ്രാർത്ഥന, അടുത്ത പാട്ട്, പിന്നെ പ്രാർത്ഥന, അടുത്ത ഈ കൽപ്പനകൾ പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തു? കൽപ്പനകൾ പറഞ്ഞ ഉടനെ എന്ത് ചെയ്യുന്നു? കൃപാമൊഴികൾ കേൾക്കുന്ന ഒരുത്തൻ പാപം ഏറ്റു പറഞ്ഞാൽ അവൻ്റെ പാപമെല്ലാം ക്ഷമിക്കുമെന്ന് പറയുന്നു. എന്ത് ചെയ്തു? പാപക്ഷമ അല്ലേ? പാപം വചന അറിയിപ്പ്. അച്ഛനാണെങ്കിൽ അച്ഛൻ, ബിഷപ്പാണ് ബിഷപ്പ് എന്ത് ചെയ്യുന്നു? പാപം വചന അറിയിപ്പ് കൊടുക്കുകയാണ് അല്ലേ? യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടാൽ, തെറ്റുകളേറ്റ് പറഞ്ഞാൽ അവൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കും എന്ന് പറഞ്ഞ് പാപം വചന അറിയിപ്പ് കൊടുക്കുകയാണ്. കൽപ്പന വായിച്ചതിന് ശേഷമാണ് തെറ്റേറ്റ് പറയാൻ അവസരം കൊടുക്കുകയാണ് അല്ലേ? പിന്നെയാണ് അടുത്ത ആരാധനയുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊന്നും കൂടാതെ ഒരാൾ വന്ന് നേരെ ഇങ്ങോട്ട് വന്നാൽ എന്നാ ചെയ്യും? അത് നമ്മുടെ പ്രമാണത്തിന്, ആരാധനയുടെ രീതിക്ക് അത് ഭയങ്കരமான തെറ്റാണ് അല്ലേ? ഭയങ്കരமான തെറ്റാണ്. ആദ്യത്തെ ഭാഗങ്ങളൊന്നും ചെയ്യാതെ അടുത്ത ഭാഗത്തേക്ക് എന്ത് ചെയ്യത്തില്ല, പോകാൻ പറ്റത്തില്ല. കമ്മ്യൂണിയൻ എലമെൻ്റ് എല്ലാം ഇവിടെ വായിച്ചതിന് ശേഷം നമ്മൾ പറയുന്നുണ്ട് അല്ലേ? പറയുന്നൊരു പദമുണ്ട്, 2 പദങ്ങളാണ്. ഒരു പദം ഇതാണ്, വിശുദ്ധ വസ്തുക്കൾ. ആർക്കാണ്? അച്ഛൻ പറയും വിശുദ്ധ വസ്തുക്കൾ വിശുദ്ധർക്ക്. വിശുദ്ധ വസ്തുക്കൾ ഏതാ? അപ്പവും വീഞ്ഞും അല്ലേ? സെലിബ്രേറ്റ് ചെയ്ത അപ്പവും വീഞ്ഞുമാണ് വിശുദ്ധ വസ്തുക്കൾ. അത് ആർക്കുള്ളതാണ്? വിശുദ്ധർക്കുള്ളതാണ്. വിശുദ്ധരാരാണ്? പാപമില്ലാത്തവർ. പാപമില്ലാത്തവരാണ് വിശുദ്ധർ. പാപമില്ലാത്തവരെങ്ങനെയാകുന്നത്? പാപം ഏറ്റു പറയുകയാണ് അല്ലേ? ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പാപം ഏറ്റു പറയുന്നവരാണ് വിശുദ്ധർ. പാപം ഏറ്റു പറഞ്ഞതിന് ശേഷം, വിശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? വിശുദ്ധ വസ്തുക്കൾ സ്വീകരിപ്പാൻ നമ്മൾ വരുന്നത് അല്ലേ? നിങ്ങൾ സ്ഥിരീകരണം കഴിയാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ, ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പാപം ഏറ്റു പറയാതെ എന്ത് ചെയ്യരുത്? വിശുദ്ധ സംസർഗത്തിന് വരരുത്. പാപം ഏറ്റു പറയുന്നത് എപ്പോഴാണ്? ആരാധനയുടെ ആദ്യത്തെ ഭാഗത്താണ്. അതുകൊണ്ട് ആരാധന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ ആലയത്തിൽ വരണം, വന്ന് പ്രാർത്ഥിക്കണം അല്ലേ? പ്രാർത്ഥന പൂർവ്വം വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് നിങ്ങൾ വരുന്നത്. അവിടെ വന്നു തന്നെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പണ്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പണ്ടൊക്കെ നമ്മുടെ കാരണവന്മാർ അവർ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു 5-6 മിനിറ്റ് നേരം എന്ത് ചെയ്യണം? മുട്ട നിന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലേ? കട്ടപ്പനയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇരുന്ന സമയങ്ങളിൽ പാപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ വന്ന് എന്ത് ചെയ്യുന്നു? അവർ മുട്ട നിന്ന് പ്രാർത്ഥിക്കുക. എന്നാ പ്രാർത്ഥിക്കുന്നത് എനിക്കറിയത്തില്ല. നമ്മളവർക്ക് ഈ അപ്പച്ചനും അമ്മച്ചിക്ക് എന്നാ ഇത്രയും പ്രാർത്ഥിക്കാതെ മുട്ട നിന്ന് പ്രാർത്ഥിക്കുക. വളരെ സീരിയസ് ആണ് അവർ. ആരാധന അവർ വളരെ സീരിയസ് ആണ്, വളരെ ഭക്തിയാണ്. നമുക്കൊന്ന് നമ്മളെക്കാരും 10 ആരില്ലെന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മുടെയൊക്കെ പോക്ക് അല്ലേ? അല്ല, വളരെ ഭക്തിയോടെ നമ്മൾ വരണം. കാരണം നമ്മൾ അതിപരിശുദ്ധൻ്റെ സന്നിധിയിലേക്കാണ് വരാം. വിശുദ്ധൻ്റെ അടുത്തേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് അല്ലേ? നമ്മൾ ഇന്ന് 2-ാം പാഠം വായിച്ചപ്പോൾ അത് വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആത്മാവിൻ്റെ ജഡത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ശുദ്ധീകരണത്തെക്കുറിച്ച് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. നമ്മൾ പറഞ്ഞു വിശുദ്ധ ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യണം? ദൈവമേ,
അങ്ങയുടെ അടുത്ത് വരുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിരുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വലിയൊരു മെഴുകുതിരി ഇവിടെ കത്തിച്ച് വെച്ചിരിക്കുകയെന്ന് വിചാരിച്ചോളുക. ഒരു പേപ്പർ കഷ്ണം അതിൻ്റെ എന്തുമാത്രം അടുത്ത് വരെ കൊണ്ടുവരാം? എന്തുമാത്രം അടുത്ത് വരെ കൊണ്ടുവരാം? തീരെ അടുത്തടുത്ത് അതിന് മുട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആ പേപ്പറിന് എന്നാ പറ്റും? കത്തിപ്പോകും. ഓക്കെ, വേറെ ചെറിയൊരു മെഴുതിരി നമ്മൾ കത്തിച്ച് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. കത്തിച്ചൊരു മെഴുതിരി കൊണ്ടുവരികയാണ്. ആ മെഴുതിരി ഈ വലിയ മെഴുതിരിയുടെ എവിടം വരെ കൊണ്ടുവരാം? ചേർത്ത് നിർത്താം. ചേർത്ത് നിർത്തിയാൽ എന്ത് ചെയ്യത്തില്ല? ആ ചെറുമെഴുതിരി എന്ത് ചെയ്യത്തില്ല? കെട്ടുപോകത്തില്ല. കാരണം എന്താ? വലിയ മെഴുതിരി ചെറിയ മെഴുതിരിയും രണ്ടും ഒരേ സംഗതികൾ തന്നെയാണ്, അല്ലേ? വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധിയുള്ളവരായിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് അപകടം സംഭവിക്കും. അത് ഇസ്രായേൽ മക്കൾക്ക് അങ്ങനെ വിശ്വസിച്ചിരുന്നു. ദൈവത്തെ കണ്ടാൽ, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടാൽ അവരെന്ത് ചെയ്യുമായിരുന്നു? അവർ മരിച്ചു പോകും എന്നവർ വിശ്വസിച്ചിരുന്നു. കാരണം വിശുദ്ധിയും അശുദ്ധിയും തമ്മിലുള്ള ബന്ധമാണ്. അത് ആ ബന്ധം ഒരുമിച്ച് വരാണ്ട് പറ്റത്തില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി വേണം എന്ത് ചെയ്യാനായിട്ട്? ദേവാലയത്തിൽ വരാനായിട്ട്, വിശുദ്ധ സമൂഹം കൂടാനായിട്ട്. അങ്ങനെ പറയണമെന്ന് നിങ്ങൾ ഒച്ച ചെയ്യുമ്പോൾ പറഞ്ഞത് പ്രതിജ്ഞ ചെയ്താണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, അതിന് നമ്മളെ സഹായിക്കുന്നതാണ് കൽപ്പനകൾ. കൽപ്പനകൾ പ്രമാണിക്കാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാനാണ് സാധ്യമല്ല. കൽപ്പനകൾ പ്രമാണിക്കാതെ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ്? ആരുടെ ഇഷ്ടമനുസരിച്ചാണ്? ആരുടെ ഇഷ്ടമനുസരിച്ച് ദൈവത്തെ ആരാധിക്കേണ്ടത്? ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച്. ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് എങ്ങനെ നമുക്കറിയാം? വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്കറിയാൻ പറ്റും. ദൈവം ആരാണ്, എങ്ങനെയാണ്, എങ്ങനെ അവനെ ആരാധിക്കണമെന്നതിനെ കുറിച്ച്, ദൈവത്തിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിക്കണം. അതിനനുസരിച്ച് വേണം നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താൻ, അല്ലേ? നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് ചെയ്യത്തില്ല? ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. നമുക്കൊത്തിരി ഇഷ്ടങ്ങളൊക്കെ കാണും, അല്ലേ? അതുമായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ട് എന്ത് ചെയ്തില്ല? പലപ്പോഴും പൊരുത്തപ്പെടത്തില്ല. നമുക്ക് തോന്നിയ ദിവസം നടക്കണമെന്നായിരിക്കും ഇഷ്ടം, അല്ലേ? അങ്ങനെ നടന്നാൽ എന്ത് ചെയ്യത്തില്ല? ദൈവത്തെ പ്രസാദിക്കാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ അതിന് വഴികളുണ്ട്. ദൈവത്തിൻ്റെതായ പ്രമാണങ്ങൾ ഉണ്ട്. അതനുസരിച്ച് മാത്രമേ ദൈവപ്രസാദം നമുക്ക് നേടാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? നമ്മളെങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ആരാധിക്കുന്ന ഈ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? ഈ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? എന്തായിരിക്കും? ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവം ആരാണ്? വിശുദ്ധനാണ്. അതുപോലെ നിങ്ങളും വിശുദ്ധരായി. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. യേശു ഗത്സമനെ പ്രാർത്ഥിക്കുമ്പോൾ അവസാനം പറയുന്നൊരു പദമുണ്ട്. എന്താണെന്നറിയാമോ? ഗത്സമനയിലെ പ്രാർത്ഥന. ക്രൂശീകരണത്തിന് പോകുന്നതിന് മുമ്പ്, വിചാരണയ്ക്കൊക്കെ പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരുമായിട്ട് എന്ത് ചെയ്തു? യേശു ഗത്സമനെ പ്രാർത്ഥിക്കാൻ പോയി, അല്ലേ? കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മളതിനെക്കുറിച്ചൊക്കെ ധ്യാനിച്ചതാണ്. പ്രാർത്ഥിച്ച സമയത്ത് എന്ത് ചെയ്യുന്നു? യേശുവിന് അറിയാമായിരുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് അടുത്ത പ്രഭാതത്തിലും ഈ രാത്രിയിലും നടക്കാൻ പോകുന്നതെന്ന് അറിയാമായിരുന്നു. യേശു പ്രാർത്ഥിച്ച് മനം കലങ്ങി, അല്ലേ? ഭയങ്കരമായുള്ള മാനസികമായുള്ള സംഘർഷത്തിലൂടെ, ബുദ്ധിമുട്ടിലൂടെ യേശു കടന്നുപോയി എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലേ? വേർത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? വേർത്തു, കാര്യങ്ങളെല്ലാം ഓർത്തപ്പോൾ വേർത്തു. ആ വേർപ്പ് തുള്ളികൾ എങ്ങനെയായി തീർന്നു? രക്തം പോലെ നിലത്ത് വീണു എന്നാണ് പറഞ്ഞത്. അത്രയും മാനസിക സംഘർഷത്തോടെ ആണ്. കാരണം എന്താണ് അടുത്ത പകലിൽ ഈ രാത്രിയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് യേശുവിന് അറിയാമായിരുന്നു, അല്ലേ? യേശു അങ്ങനെ പ്രാർത്ഥിച്ച് പറഞ്ഞതെന്താ? പറഞ്ഞത്? അത്രയും വിഷമത്തോടെ പറഞ്ഞെന്താണ്? പിതാവിനോട്, പിതാവേ, കഴിയുമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പാനപാത്രം, ഈ കഷ്ടപ്പാട്, ഈ അടുത്ത മണിക്കൂറുകൾ എന്ത് ചെയ്യണം? ഒന്ന് നീക്കിത്തരണം. എനിക്കത് കടന്നു പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും നീ എന്ത് ചെയ്യണം? ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, മനുഷ്യരെ രക്ഷിപ്പാൻ നീ അയച്ചു എന്നുള്ള നിലയിൽ എനിക്കത് കടന്നു പോകാൻ പറ്റുമോ എന്നറിയത്തില്ല. എനിക്കത് സഹിക്കുന്നതിനപ്പുറമാണ്. കഴിയുമെങ്കിൽ എന്ത് ചെയ്യണം? ആ നാഴിക നീങ്ങിപ്പോകണം. ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണ പ്രാർത്ഥിച്ചു. അതിൻ്റെ മാനസിക സംഘർഷം പത്താമത്. എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത് വേർപ്പ് തുള്ളികൾ എന്തായി തീർന്നു? രക്തമായി തീർന്നു പറഞ്ഞു, അല്ലേ? ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു നിമിഷം പോലും എന്ത് ചെയ്തില്ല, ഒരു നാഴിക പോലും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നീടും വന്ന് ഉറങ്ങി കാണുമ്പോൾ പിന്നെ എന്ത് ചെയ്തു? ഒന്നും മിണ്ടാതെ തിരികെ പോയി എന്നാണ് പറഞ്ഞത്, അല്ലേ? എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ വാക്ക്? പിതാവേ, അതെൻ്റെ ഇഷ്ടമാണ്. എൻ്റെ ഇഷ്ടം ഏതാണ്? ഈ നാഴിക നീങ്ങിപ്പോകണമെന്നാണ്.
എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം എന്ത് ചെയ്യണം? നിൻ്റെ ഇഷ്ടം നടക്കണം. പ്രാർത്ഥനയ്ക്ക് അവിടെ ഒരു 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 മറുപടി കിട്ടിയതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. മറുപടി കിട്ടിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, അവനെ ശക്തീകരിക്കാൻ ഒരു ദൂതനെ അവന് അയച്ചു എന്ന് പറയുന്നുണ്ടല്ലേ. ഒരുപക്ഷെ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ യേശുവിനെ പ്രാപ്തിപ്പെടുത്തിയത് ആര് തന്നെ ആയിരിക്കാം? പിതാവ് അയച്ച, പുത്രൻ അറിയാതെ അയച്ച ഈ ദൂതൻ തന്നെയായിരിക്കും അല്ലേ. മാനുഷികമായിട്ട് പറ്റാത്ത കാര്യത്തിലാണ് കടന്നു പോകുന്നത്, നമുക്കറിയാം അല്ലേ. നമ്മളെ രക്ഷിച്ച് നമ്മുടെ രക്ഷകൻ യേശു പിതാവിൻ്റെ ഇഷ്ടം അതിന് മുൻതൂക്കം കൊടുത്തെങ്കിൽ നമ്മൾ എത്രമാത്രം ദൈവ ഇഷ്ടത്തിന് മുൻതൂക്കം കൊടുക്കണം എന്ന് ഓർത്ത്. ദൈവ ഇഷ്ടം നിറവേറ്റാതെ ദൈവത്തെ പ്രസാദിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈവ ഇഷ്ടം ഏതാണെന്ന് നമ്മൾ എന്ത് ചെയ്തോളുക? തിരിച്ചറിഞ്ഞോളൂ, ജീവിച്ചോളുക. ഓക്കെ, നമ്മളൊക്കെ ഏത് പള്ളിക്കാരാ? CSI എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് എന്നാ പള്ളി ഉണ്ടായത്, സഭ ഉണ്ടായത്, എത്ര വർഷമായിക്കാണ്, ഏത് വർഷം ഉണ്ടായത്? 1947. അത് അന്ന് ഉണ്ടാക്കി. അതിന് മുമ്പ് ഈ പള്ളിയൊക്കെ ഏതായിരുന്നു? 47 മുമ്പ് നമ്മുടെ പള്ളികളൊക്കെ ആംഗ്ലിക്കൻ അല്ലേ? ഓക്കെ, ഒരാൾ പറഞ്ഞ ആംഗ്ലിക്കൻ എന്ന് പറഞ്ഞു. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ സഭയും മറ്റുള്ള സഭകളുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കുമോ? മറ്റേതാനും സഭകളുടെ പേരെന്ന് പറഞ്ഞ് CMS, മർത്തോമ, യാക്കോബ, കാത്തലിക്ക്, യാക്കോബറ്റ്, ഓർത്തഡോക്സ്, ഓക്കെ, പേരൊക്കെ അറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ സഭയും CSI സഭയും തമ്മിൽ വ്യത്യാസം എന്താ? നിങ്ങൾ പറഞ്ഞു കാത്തലിക്ക, മർത്തോമ, യാക്കോബ, ഓർത്തഡോക്സ് എന്നൊക്കെ പറഞ്ഞു അല്ലേ. അതും CSI തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ പറഞ്ഞു 47 ഉണ്ടായത് അല്ലേ. അപ്പോൾ 47 ഉണ്ടായപ്പം അതിനൊരു പ്രത്യേകത കാണും അല്ലേ. എളുപ്പം എന്ന് പറയാം, 47 നമ്മുടെ സഭ ഒരു ഐക്യസഭയായിട്ടാണ് രൂപപ്പെട്ടത്. 4 വ്യത്യസ്ത പാരമ്പര്യങ്ങൾ ഒന്നിച്ചു ചേർന്നാണ് 1947 നമ്മുടെ സഭ രൂപീകൃതമായത്. ആ പാരമ്പര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് എപ്പിസ്കോപ്പൽ പാരമ്പര്യമാണ്, മറ്റൊന്ന് പ്രസ്ബിറ്റേറിയൻ പാരമ്പര്യമാണ്, മറ്റൊന്ന് കോൺഗ്രിഗേഷൻ പാരമ്പര്യമാണ്, മറ്റൊന്ന് മെത്തഡിസ്റ്റ് പാരമ്പര്യമാണ്. ഈ 3 പാരമ്പര്യങ്ങളിൽപ്പെട്ട സഭകളാണ് ഒരുമിച്ച് കൂടി CSI ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ഐക്യസഭ ഉണ്ടായി, ഒന്നായി തീർന്നു. പല സഭകൾ എന്തായി തീർന്നു, പല പാരമ്പര്യങ്ങൾ എന്തായി തീർന്നു, ഒന്നായി തീർന്നു. മറ്റുള്ള സഭകളെല്ലാം ഒറ്റ സഭകളാണ്. നമ്മൾ പറഞ്ഞ കാത്തലിക് സഭ, മർത്തോമ സഭ, യാക്കോബ സഭ എന്നൊക്കെ പറയുന്നത് അത് ഓരോരോ സഭകളാണ് അല്ലേ. അവിടെ അവരവർ മാത്രമേ കാണത്തുള്ളൂ അല്ലേ. പക്ഷേ CSIയിൽ നമ്മുടെ ഇന്ത്യൻ പാരമ്പര്യം അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ച് AD 52 തൊട്ട് ഇന്നലെ സ്നാനപ്പെട്ടവരെ എവിടുത്തെ അംഗങ്ങളാണ്? CSIയിലെ അംഗങ്ങളാണ് അല്ലേ. പിന്നെ ഈ CSIയിൽ ഏതെല്ലാം ഭാഷക്കാരുണ്ട്? നമുക്ക് കൃത്യമായിട്ട് അറിയാം, തമിഴ്, മലയാളം അല്ലേ. നമ്മളിവിടെ തമിഴുണ്ട്, മലയാളമുണ്ട് കൃത്യമായിട്ട്. പിന്നെ ഏതെല്ലാം കാണും? അല്ല, ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷ് നമ്മുടെ ഒരു പൊതുഭാഷയാണ്, അല്ലെങ്കിൽ ഔദ്യോഗികമായ ഭാഷയാണ് CSIയുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. എവിടെല്ലാം ഉണ്ട് CSI സഭ? ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് എവിടെയൊക്കെ കാണും? ഇന്ത്യയെ പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ അല്ലേ, തെക്കേ ഇന്ത്യയിൽ, തെന്നിന്ത്യ തിരുസഭ എന്നാണ് പറയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ തമിഴ് മലയാളം മാത്രമേ ഉള്ളൂ? പിന്നെ ഏതാ? കർണാടക, കന്നഡ, തെലുങ്ക് അല്ലേ. കന്നഡ, തെലുങ്ക്, തമിഴ്, മലയാളം കൃത്യമായിട്ടും പറയാം അല്ലേ. പിന്നെ ഒത്തിരി ധാരാളം ഉപഭാഷകളൊക്കെ ഉണ്ട്. ഹിന്ദിയൊക്കെ ഹിന്ദിയൊക്കെ അതിൻ്റെ അപ്പുറത്തേക്ക്, പിന്നെ CNAയിലാണ് ഹിന്ദിയൊക്കെ വരുന്നത്. സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഭാഷ പറഞ്ഞാൽ ഈ പറഞ്ഞ ഭാഷകളാണ്. ഓക്കെ, അതുകൂടാതെ ധാരാളം ഭാഷകളുണ്ട് അല്ലേ. നമ്മുടെ ഈസ്റ്റ് കേരള മഹാടയിൽ തന്നെ ഏതാണ്ട് 6ഓളം ഭാഷകളുണ്ട്. 6ഓളം ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ നമ്മുടെ ഈ കൊച്ചു ഈസ്റ്റ് കേരള മഹാടയിലുണ്ട്. അപ്പോൾ എല്ലാ ഭാഷക്കാരും എവിടെയുണ്ട്? CSIയിലുണ്ട്. പിന്നെ സാമ്പത്തികം നോക്കിയാലോ, ലക്ഷപ്രഭുക്കളുണ്ടോ? ലക്ഷപ്രഭുക്കളുണ്ട്, കോടീശ്വരന്മാരും ഉണ്ട് അല്ലേ. അത്താഴ പട്ടിണിക്കാരും എവിടെയുണ്ട്? CSI. നിറമൊക്കെ പറഞ്ഞാലോ, എല്ലാ നിറക്കാരുണ്ട് അല്ലേ. എല്ലാ നിറക്കാരുണ്ട്. പഠിപ്പ് പറഞ്ഞാലോ,
എല്ലാ പഠിപ്പുകാരുണ്ട് അല്ലേ? തൊഴിൽ പറഞ്ഞാലോ എല്ലാ തൊഴിലാളികളും, എല്ലാ വിഭാഗം ആൾക്കാരും ചേർന്ന ഒരു സഭയാണ്, ഒരു ഐക്യസഭയാണ് നമ്മുടെ സഭ. ഏത്? CSI സഭ. ഓക്കെ. സക്രമന്റ് എത്രയാണെന്ന് പറഞ്ഞത്? 2. ഏതെല്ലാം? സ്നാനവും തിരുവത്താഴം. ഓക്കെ. CSIക്കാർക്ക് പള്ളിയിൽ പോകണോ? ആണോ? കമ്മ്യൂണിന് കൂടണോ? അതോ ഇന്ന് കൂടിയാൽ മതിയോ? CSIക്കാർ ഏത് പള്ളിയിൽ പോകണം? CSI പള്ളി തന്നെ പോകണം. CSIക്കാർ CSI പള്ളിയിലോ അല്ലെങ്കിൽ CSI പള്ളിയായിട്ട് കമ്മ്യൂണിൽ ബന്ധമുള്ള പള്ളികളിൽ എന്ത് ചെയ്യണം? പോകണം. അതാണ് എൻ്റെ രീതി കേട്ടോ. ഞാൻ പറഞ്ഞാൽ ഈ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കണം. എല്ലാ സഭകളും ഒരു സഭകളല്ല. CSI സഭ ഒന്നായി തീർന്ന സഭയാണ്. മറ്റെല്ലാം ഒറ്റൊറ്റ സഭകളാണ്. ഓരോ സഭയ്ക്കും അവരുടേതായ ഉപദേശങ്ങളുണ്ട്. എല്ലാത്തിനും അടിസ്ഥാനം ഇത് തന്നെ, വിശുദ്ധ വേദവസ്തം തന്നെയാണ്. ഓരോ സഭകൾ ഓരോരോ കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്യുന്നു? രൂപപ്പെടുമ്പോൾ അവർ അതിനനുസരിച്ചുള്ള അവരുടെ പഠിപ്പിക്കലുകൾ എന്ത് ചെയ്യുന്നു? വിശുദ്ധ വേദവസ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. CSI സഭയും അങ്ങനെ തന്നെ അല്ലേ? ഓക്കെ. അത് നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരുന്നോണം. നമ്മുടെ സഭ വിവിധ സഭകൾ ഒന്നായി തീർന്ന ഒരു ഐക്യസഭയാണ്. എന്നാ സഭയാണ്? ഐക്യസഭയാണ്. ഒറ്റ സഭയല്ല, ഒന്നായി തീർന്ന സഭയാണ്. മറ്റുള്ള സഭകളൊക്കെ ഒറ്റ സഭകളാണെങ്കിൽ നമ്മുടെ സഭ ഒന്നായി തീർന്ന സഭയാണ് CSI സഭ. ഓക്കെ, അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. വാക്യം ഒന്നുകൂടെ പറഞ്ഞേ. വാക്യം പറഞ്ഞേ. റെഫറൻസ് അല്ല, വാക്യം പറഞ്ഞേ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കൽപ്പനകൾ പഠിച്ചിട്ട് വരാത്തവർ എന്ത് ചെയ്തോണം? ഇന്ന് തന്നെ അത് പഠിച്ചോണം കേട്ടോ. ഇന്ന് തന്നെ പഠിച്ചോണം. എല്ലാ ദിവസവും എന്ത് ചെയ്യണം? വേദവസ്തം വായിക്കണം. എല്ലാ ദിവസവും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. വീട്ടിൽ കുടുംബ പ്രാർത്ഥന എന്ത് ചെയ്യണം? എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. രാവിലെയും വൈകുന്നേരം എന്ത് ചെയ്യണം? നിങ്ങൾ കുടുംബമായി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. വീട്ടിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഒരു കാരണവശാലും കുറഞ്ഞു പോകരുത്. വിശ്വാസ പ്രമാണം എത്രയുണ്ട്? ഏതെല്ലാം? ഓക്കെ, ഏതെല്ലാം നിങ്ങൾക്കറിയാം? ഓക്കെ, ഈ 2 വിശ്വാസ പ്രമാണം അറിയാവുന്നവർ കവിക്ക് ഞാൻ ചൊല്ലാം എന്നുള്ളവർ. 2 വിശ്വാസ പ്രമാണം അറിയാവുന്നവർ, 2 വിശ്വാസ പ്രമാണം അറിയാവുന്നവർ കവിക്ക്. ഓക്കെ, ഒരു വിശ്വാസ പ്രമാണം അറിയാവുന്നവർ കവിക്ക്. ഓക്കെ, 1 2 3 4 5 6 7 9 10 16 പേർക്ക് അറിയത്തില്ല. 16 പേർക്ക് വിശ്വാസ പ്രമാണം അറിയത്തില്ല. 6 പേർക്ക് അല്ല 10 പേർക്ക് അറിയാം. ഇപ്പം എന്നാ ചെയ്യും? ഇപ്പം എന്നാ ചെയ്യും? ആകെ ചുറ്റി പോകും. കാരണം വെച്ചാൽ താഴോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ ചോദിക്കും ഇന്ന് ഞങ്ങൾ സ്ഥിരീകരണമായിരുന്നു. സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പിക്കുന്നു. എന്നാ ഉറപ്പിച്ചെന്ന് ചോദിച്ചായിരുന്നു. വിശ്വാസപ്രമാണം അറിയത്തില്ല, അത് ഉറപ്പിച്ചു. കർത്താവിൻ്റെ പ്രാർത്ഥന അറിയത്തില്ല, അതും ഉറപ്പിച്ചു. 10 കൽപ്പന 7 അറിയാം, അത് ഉറപ്പിച്ചു. ഇങ്ങനെ പോയാൽ പറ്റത്തില്ലല്ലോ. വിശ്വാസപ്രമാണം എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പഠിക്കണം അല്ലേ? നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ വിശ്വാസം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നാ പറയും? ഞങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നു പറയല്ലേ? പറയല്ലേ? അപ്പോൾ അവർ പറയും ഞങ്ങൾ ദൈവത്തിലെ വിശ്വസിക്കും. പിന്നെ ഞങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം തമ്മിൽ എന്താണ് വ്യത്യാസം? വേദവസ്തം പറയുന്നു ദൈവം ഉണ്ടെന്ന് ആര് വിശ്വസിക്കുന്നു? ആരും കൂടെ വിശ്വസിക്കുന്നു? പിശാചും കൂടെ വിശ്വസിക്കും. അപ്പോൾ പിശാചിൻ്റെ വിശ്വാസവും നമ്മുടെ വിശ്വാസം തമ്മിൽ എന്താണ് വ്യത്യാസം അല്ലേ? അവിടെ പറയുന്നത് പിശാച് വിശ്വസിക്കുക മാത്രമല്ല, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക മാത്രമല്ല, പിന്നെ എന്ത് ചെയ്യുക? ആ പേര് കേൾക്കുമ്പോൾ തന്നെ അവന് പറക്കാം. നമുക്കോ അങ്ങനെ വലിയ ഇത്രയും തണുപ്പ് വന്നിട്ട് നമ്മൾ വിറയ്ക്കുന്നില്ല. പിന്നെ പിശാച്. അപ്പം എന്താ ആ വിശ്വാസത്തിൻ്റെ വ്യത്യാസം എന്താ? ആ വിശ്വാസമാണ് ചുരുക്കി എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ പ്രസ്താവിക്കുന്നത്. അതുകൊണ്ടാണ് ആ വിശ്വാസം പഠിക്കണമെന്ന് പറയുന്നത് അല്ലേ? ആകാശത്തെയും ഭൂമിയെയും കാണുന്നതിനെയും കാണപ്പെടാത്തതെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം, അവൻ്റെ പുത്രനായ യേശുക്രിസ്തു നമുക്ക് നൽകുന്ന, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പുത്രൻ നമുക്ക് നൽകിയ
പരിശുദ്ധാത്മാവ് അല്ലേ? പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പിതാവായ ദൈവം, സർവശക്തനായ ദൈവം, സൃഷ്ടിയെ വീണ്ടെടുക്കുന്ന, എന്നെ നിങ്ങളെ വീണ്ടെടുക്കുന്ന പുത്രനായ ദൈവം, നമ്മളെ ശുദ്ധീകരിച്ച് ദൈവസ്ഥനെ ചെന്നുകൊണ്ട് നിൽക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവം. അതാണ് വിശ്വാസം. അതാണ് വിശ്വാസമാണെന്ന് ഏറ്റു പറയാം കേട്ടോ. അപ്പോൾ അറിഞ്ഞിരിക്കണം നമ്മുടെ വിശ്വാസം എന്താണ്. ഇല്ലെങ്കിൽ നമ്മളൊന്നും അറിയത്തില്ലാത്തവരാടെ. ഓക്കെ, പഠിക്കുക. ഇതുകൊണ്ട് തീരുകയല്ല, സ്ത്രീധനത്തോടെ തീരുകയല്ല. ഇനി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക? അനുദിന ജീവിതത്തിൽ പ്രായോഗികമാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കടമ. അത് ചെയ്യും എന്ന് പറഞ്ഞാണ് നിങ്ങൾ പോകുന്നത്. അതിനായിട്ട് ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മൊത്തം കലാവസാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഒരു പാട്ടിൻ്റെ ശരണം, ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ശരണം. പരിശുദ്ധാത്മാവിനെ